കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, ഈ 2007 ജൂലൈ മാസം 12-ാം തീയതി ഈ വ്യാഴാഴ്ച സങ്കേതഭവനത്തിൽ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ അറിയിച്ച ആരാധനയിലേക്ക് നിങ്ങളെ ഒരുക്കാനാണ്. പെന്തിക്കോസ്ത് പെരുന്നാളിന് ശേഷമുള്ള 7-ാം ഞായറാഴ്ചത്തെ ആരാധനയിൽ ആകാഫിയുള്ള ഒരുക്ക ധ്യാനം എന്ന് ആരംഭിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിന്റെ തുടർച്ചയായി പെന്തിക്കോസ്തിന് ശേഷമുള്ള നമ്മുടെ ആത്മീയ നിലവാരം അളന്ന് നമ്മുടെ പിതാക്കന്മാരുടെ പാതയിൽ സഞ്ചരിക്കുവാൻ, നമ്മുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ആരാധനയും ധ്യാനവും ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിവിടെ എത്തിയിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ആരാധനയ്ക്ക് ഇവിടെ വരുവാൻ പ്രേരിപ്പിച്ച അനേക ഘടകങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾ എഴുതി തന്നതും എഴുതാൻ നിവൃത്തിയില്ലാത്തതും പറയാൻ നിവൃത്തിയില്ലാത്തതുമായ പല ഭാരങ്ങളും സംഘടനകളുമായിട്ടാണ് നിങ്ങളോട് വന്നിരിക്കുന്നത്. അതെല്ലാം കർത്താവ് അറിയുന്നു. അവയ്ക്കൊക്കെയും യഥാസമയം പരിഹാരം ഉണ്ടാകുവാൻ അതിനുമുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം അറിയിക്കുവാനാണ് ഇന്ന് ചില വേദഭാഗങ്ങളെല്ലാം വായിച്ചത്. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് മുമ്പ് നമ്മൾ കർത്താവിന്റെ സ്വന്തമാണെന്നും കർത്താവിനെ അനുകൂലിക്കുന്നവരാണെന്നുള്ള കാര്യം തെളിയിച്ചെങ്കിലേ കർത്താവിന്റെ പദ്ധതിയുടെ ഭാഗമാക്കാൻ നമ്മളെ സാധിക്കുകയുള്ളൂ. ഇന്ന് വായിച്ചു കേൾക്കാൻ പോകുന്ന കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ വാക്യങ്ങളായിരിക്കും. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു എന്ന് പറയും. അപ്പോൾ യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശുവിനോടുകൂടെ ചില കാര്യങ്ങളൊക്കെ ചേർക്കാനാണ്. എന്താണത്? എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു, എന്നോട് ചേർക്കാത്തവൻ എനിക്ക് ചിതറിക്കുന്നു. അപ്പോൾ നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഇന്ന് നമ്മൾ ദൈവത്തിന് അനുകൂലമാണോ പ്രതികൂലമാണോ? നമ്മുടെ വിചാരം അനുകൂലമാണെന്നാ. ദൈവത്തോട് അനുകൂലമായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വേദോസം വായിക്കുന്നത്, ആരാധനയ്ക്ക് വരുന്നത്, ദൈവത്തെ വിളിക്കുന്നതൊക്കെ ദൈവത്തോട് അനുകൂലമായതുകൊണ്ടാണ് നമ്മുടെ വിചാരം. പക്ഷെ നമ്മൾ ആരാധിച്ചാലും വേദോസം വായിച്ചാലും പ്രാർത്ഥിച്ചാലും ധ്യാനിച്ചാലും നമ്മൾ അറിയാതെ ദൈവത്തിന് പ്രതികൂലമാകാൻ സാധ്യതയുണ്ട്. ആ കാര്യമാണ് ഇന്ന് വായിച്ച 1 ശമൂവേൽ 15 അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. 1 ശമൂവേൽ 15 അധ്യായത്തിൽ ഒരു വീട്ടിലെ ഇളയ മകൻ, ഒരു കൊച്ചു കുഞ്ഞ്, ഒരു ബാലൻ, പ്രായപൂർത്തിയായ ഒരു യുവാവ് കാണാതെ പോയ കഴുതയെ തപ്പി നടന്നപ്പോൾ വീണ് കിട്ടിയ ഭാഗ്യം പോലെ രാജസ്ഥാനം തലയിൽ വന്നു വീണു. താൻ രാജാവായി കഴിഞ്ഞപ്പോൾ അതെല്ലാം മറന്നു. തന്നെ എന്തിനാണ് രാജാവാക്കിയെന്നും തന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നൊക്കെയും ഒരു പ്രവാചകനിലൂടെ അറിയിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാൻ മനസ്സിലാകാൻ ശ്രദ്ധയില്ലായിരുന്നു. അടിമനസ്സിൽ ഉറങ്ങിക്കിടന്ന അത്യാഗ്രഹങ്ങൾ തലവോക്കി കിട്ടിയ അവസരം നഷ്ടത്തിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുവാൻ ആ രാജസിംഹാസനം താൻ ദുർവിനിയോഗം ചെയ്തു. അമാലേക്കിനുള്ള യുദ്ധം ദൈവം കുറിച്ചിട്ടൊരു ജോലിയായിരുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽക്കാർ മിസ്രയീമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ പേ പിടിച്ച വണ്ടിയെ പോലെ ഇസ്രായേൽക്കാരുടെ പുറകെ വന്ന് അവിടെ വിലകിലെല്ലാം കടിച്ച് മുറിവേൽപ്പിച്ച് വിഷം കയറ്റി അവരെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ച ഒരു പൈശാചിക ദുഷ്ടശക്തികളുടെ അധീനതയിലുള്ള ഒരു ജാതിയായിരുന്നു അമാലേക്കർ. ആ അമാലേക്കരെ തൽക്കാലം മാറ്റി ഓടിച്ചു കളയാൻ മാത്രമേ ദൈവത്തിന് കഴിഞ്ഞുള്ളൂ. ഇസ്രായേൽക്കാർ കനാൻ ദേശത്ത് താമസിക്കുമ്പോൾ അവരെ നിർമ്മൂലനാശം വരുത്തിയെങ്കിലേ ജനങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകുമെന്ന് സ്വർഗം കുറിച്ചിട്ടതാണ്. ഇങ്ങനെ നമുക്ക് യാത്രയ്ക്കിടയിൽ ചെയ്യാൻ പാടില്ലാത്തതും അംശീയമായ മാത്രം ചെയ്യാവുന്നതുമായ അനേക കാര്യങ്ങളുണ്ട്. അത് സ്വസ്ഥതയുള്ളപ്പോൾ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്കൊരു സ്വസ്ഥത കിട്ടിയാൽ ആ സ്വസ്ഥതയിൽ മാത്രം ചെയ്യാവുന്നതും ജയിപ്പിക്കാവുന്നതുമായ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ദൈവം അനേക കാര്യങ്ങൾ മാറ്റി കുറിച്ചിട്ടുണ്ട്. ആ കുറിപ്പിട്ട കാര്യങ്ങൾ ചെയ്തെങ്കിലേ ദൈവത്തിന്റെ ഉദ്ദേശം സാധ്യമായി ദൈവം കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കോട് ജന്മസ്ഥാപനം അടയാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് ഈ ആരാധന സ്ഥലത്ത് ഈ ധ്യാന മന്ദിരത്തിൽ അല്ലെങ്കിൽ ഈ സങ്കേത ഭവനത്തിൽ വന്നിരിക്കുന്ന നിങ്ങളെ ഇവിടെ എത്തിച്ചതിന്റെ പുറകിൽ പല സങ്കടങ്ങളുണ്ട്. മക്കളെക്കുറിച്ചുള്ള സങ്കടം, ഭാവിയെക്കുറിച്ചുള്ള സങ്കടം, വീടിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, പലരെക്കുറിച്ചുള്ള പല ദുഃഖങ്ങളാണ്
നമ്മളിപ്പോ ഈ നല്ല മഴയുള്ള ഈ പകർച്ചവ്യാധികളുടെ കാലത്ത് പോലും ഈ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ യാത്രാ സൗകര്യങ്ങളുള്ള പരിമിതികളെ ഒക്കെ വകവയ്ക്കാതെ ഈ സമയത്ത് ഇന്ന് ഈ സങ്കേതബന്ധങ്ങൾ എത്തിച്ചിരിക്കുന്നതിന് പുറകിൽ പറയാവുന്നതും പറയാൻ പാടില്ലാത്തതും പറയാൻ ഒക്കാത്തതുമായ അനേക ദുഃഖങ്ങളുണ്ട്. പക്ഷെ ആ ദുഃഖങ്ങളുടെ പുറകിൽ നമ്മൾ ദൈവത്തിന് പ്രതികൂലമായതിന്റെ സ്വർഗത്തിലെ ദുഃഖം കൂടി ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുക. ശൗൽ രാജാവ് തന്റെ ബുദ്ധി അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നാണ് അവന്റെ വിചാരം. തന്റെ ബുദ്ധി അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദൈവം പറഞ്ഞൊക്കെ ചെയ്തു. ഞാൻ ദൈവത്തിന്റെ രാജാവാണ്, ഞാൻ ദൈവത്തിന്റെ ജനങ്ങളുടെ രാജാവാണ്, ദൈവം പറഞ്ഞൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാണ് ഈ രാജാവ് അഭിമാനം കൊണ്ടൊരു ജ്ഞാപകത്വം ഉണ്ടാക്കി ഘോഷയാത്രയിൽ നടത്തി കഴിഞ്ഞു. പക്ഷെങ്കിൽ ദൈവം ദുഃഖിച്ചെന്നും ദൈവത്തിന്റെ പ്രവാചകനായ ശൗമയെ ദുഃഖിച്ചെന്നും ഇയാൾ അറിയുന്നില്ല. പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. താൻ സ്വയം നീതീകരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് സ്വയം നീതീകരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമയം. പക്ഷെ ഏറ്റവും അവസാനമാണ് താൻ ദൈവത്തിന് പ്രതികൂലിയായി പോയി എന്ന് മനസ്സിലായി. അത് വൈകിപ്പോയി, സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ താൻ അറിയാതെ ദൈവത്തിന് പ്രതികൂലിയായതുകൊണ്ട് ദൈവം അവനെ രാജസ്ഥാനത്തിൽ അങ്ങ് മാറ്റി. അവൻ ദുരാത്മബാധിതനായി അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പക്ഷെ അവന്റെ ആദ്യത്തെ വിചാരം ഞാൻ ദൈവത്തിന് അനുകൂലിയാണെന്നായിരുന്നു. അവൻ പറയുന്ന ന്യായമില്ല. ഞാൻ യുദ്ധം ചെയ്യാൻ പോയി, ദൈവത്തെ അനുസരിച്ചു, ഞാൻ അമാലേക്കിനെ തോൽപ്പിച്ചതിന്റെ അടയാളമായ രാജാവിനെ ജീവനോട് ഇവിടെ ജയിലിൽ കൊണ്ടിടുന്നുണ്ട്, വരുന്നവരൊക്കെ കാണിച്ചു കൊടുക്കാം അടയാളം തോൽപ്പിച്ചതിന്റെ. മറ്റൊരു കാര്യം, ഞാൻ നല്ല ആടുമാടുകളെ കൊല്ലാതെ കൊണ്ടുവന്ന് ബലികഴിക്കാൻ പോവുക, ഭക്തി കാണിക്കാൻ പോവുകയാണ്. നല്ല ഒന്നാന്തരം ആടുമാടുകളെ ഞാൻ കൊന്നില്ല, അവയെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഒരു ബലി എന്ന് നടത്താൻ ദൈവത്തിന്. തനിക്ക് ദൈവത്തിന് വേണ്ടി ചെയ്ത വൻകാര്യങ്ങൾ ലിസ്റ്റാണ് പറയാനുള്ളത്. ഇതിനകത്ത് ദൈവത്തിന് പ്രതികൂലമായ കാര്യമുണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. അവസാന കാര്യം മനസ്സിലായി, ദൈവം ഉദ്ദേശിച്ച കാര്യം മാത്രം നടന്നില്ല. അവൻ ആഗ്രഹിച്ചൊക്കെ സാധിച്ചു. ഇങ്ങനൊരു കാര്യം ആരാധനയ്ക്ക് വരുമ്പോഴും സങ്കേതത്തിൽ വരുമ്പോഴും പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും നോമ്പെടുക്കുമ്പോഴും നമ്മുടെ ചില ആഗ്രഹങ്ങൾ മാത്രം സാധിച്ചു, ദൈവം എനിക്ക് സാധിച്ചു തന്നു, അതെന്റെ ഭക്തി കൊണ്ടാണെന്ന് വിചാരിച്ച് നമ്മളെ തന്നെ നീതീകരിച്ച് തീർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിന് പ്രതികൂലമാകാനും സാധ്യതയുണ്ട്. വളരെ അപകടം പിടിച്ചൊരു നിലവാരമാണ്. നമ്മുടെ ബുദ്ധി നമ്മളെ ചതിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പാഠം പഠിപ്പിക്കാനല്ല. നമ്മുടെ സ്വയം ബുദ്ധി സ്വന്തം വിവേകത്തിൽ ഊന്നലെന്ന് പറയാൻ കാരണം. സദൃശ്യവാക്യം 3-ാം അധ്യായത്തിൽ സ്വയം വിവേകത്തിൽ ഊന്നിയാൽ അത് നമ്മുടെ നാവിയുടെ ആരോഗ്യം അത്തിയുടെ തണുപ്പും കളയും. അത് അടുത്ത തലമുറയെ ബാധിക്കും, കുടുംബജീവിതത്തെ ബാധിക്കും, കുടുംബജീവിതത്തിൽ അരാജകത്വം ഉണ്ടാകുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ശൗൽ തന്റെ സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചിട്ട് ദൈവേഷ്ടം ചെയ്ത് ഭക്തനായി നല്ല രാജാവായി ദൈവത്തിന് അനുകൂലമാണെന്നുള്ള വിദ്യാബോധം ജീവിച്ചപ്പോൾ ഒരു പ്രവാചകൻ വളരെയധികം ബന്ധപ്പെട്ടു അവൻ ദൈവത്തിന് പ്രതികൂലിയാണെന്ന് ബോധ്യമാക്കാൻ. വൈകിയ വേളയിൽ മനസ്സിലാകാനത്തോടെ താൻ കുറ്റം സമ്മതിച്ചു. പക്ഷെ അപ്പോഴത്തേക്കും ദൈവം ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പാളിപ്പോയി കഴിഞ്ഞു. ഇനിയും അനുഭവിച്ചിട്ട് കാര്യമില്ലാത്തൊരു സമയമുണ്ട്. അവന് വേണമെങ്കിൽ ദൈവത്തോട് ആലോചിച്ച് ദൈവത്തിന് പദ്ധതി മുഴുവൻ നടപ്പിലാക്കി ദൈവത്തിന് അനുകൂലമാകാമായിരുന്നു. പക്ഷെ അവസാനം എന്തു സംഭവിച്ചു? അവനെ രാജസ്ഥാനത്തിൽ തള്ളേണ്ടി വന്നു. പിന്നെ അവൻ ആരാധിക്കാൻ പോകുന്നുണ്ട്. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഒരു ആരാധന. ഞാൻ രാജം പോലെ കെട്ടിപ്പോയി, ഞാൻ രാജാവായി പോയി, എനിക്ക് മനുഷ്യരുടെ മാനം വേണം, എനിക്ക് അവിടെ മുമ്പിൽ മാന്യത കിട്ടാൻ വേണ്ടി ഞാൻ എന്നെ ആരാധിക്കാൻ പോകുമ്പോൾ എന്നോട് വരണമെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നതോടെ സൗമ്യയിൽ ഈ രാജാവിനോട് ആരാധിക്കാൻ പോകേണ്ടി വന്നു. ജനങ്ങളെ കളിപ്പിക്കാനാ. ഇങ്ങനെ നമ്മുടെ ആരാധന നമ്മുടെ കുറവുകൾ മറയ്ക്കാനും ഭക്തരാണെന്ന് കാണിക്കാനും അങ്ങനെ മാന്യത നേടാനുമാണോ? അങ്ങനത്തെ ഒരു ആരാധനയുണ്ട്, സ്വച്ഛാരാധനയെന്ന് അതിന്റെ പേര്. അത് ദൈവത്തെ വളരെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് അനുകൂലമായതിനു ശേഷമാണ് ആരാധിക്കേണ്ടത്. ദൈവത്തിന് പ്രതികൂലമായി നിന്നുകൊണ്ട് കപടഭക്തിയുടെ വേഷത്തിൽ പരീക്ഷ മനോഭാവത്തിൽ ആരാധിക്കാം. കാണുന്നവർക്ക് നല്ല ഭക്തരാണെന്ന് തോന്നും, ഭക്തിയുടെ എല്ലാ ഗുണം നമുക്ക് കിട്ടുകയും ചെയ്യും. അവർ നമ്മളെ ഭക്തർക്കുള്ളതായ എല്ലാ ആനുകൂല്യങ്ങളും തന്ന് സംരക്ഷിക്കുകയും ചെയ്യും. ഇതാ ശൗൽ രാജാവ് ദൈവത്തിന് അനുകൂലമാണെന്നുള്ള വിചാരത്തിന് ആരാധിക്കുന്നു. അനുകൂലമല്ലെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും ആരാധിക്കുന്നു മനുഷ്യരെ കളിപ്പിക്കാൻ. എന്തു സംഭവിച്ചു? നീ അവിടെ തന്നെ ഇരുന്നു, ഏതായാലും നീ രാജാവായതല്ലേ, നീക്ക് ജീവിക്കാവുന്നതോടും ജീവിച്ചു എന്ന് പറഞ്ഞ് അവനെ രാജസ്ഥാനത്ത് തന്നെ ഇരുത്തിയിട്ട് വേറെ അവിടെ രാജാവാക്കുക. ആ രാജാവ് രഹസ്യത്തിൽ ഗുഹയിലാണ് തന്റെ സിംഹാസനം വെച്ചിരിക്കുന്നത്.
ദാവീദ് ഗുഹകളിലൊക്കെയും ഒളിഞ്ഞും അങ്ങനെ യാതനകൾ സഹിച്ചും ദുരാന്ത ബാധയുടെ പീഡനങ്ങൾ ഏറ്റുകയും അനേക വർഷം യഥാർത്ഥ രാജാവ് അലഞ്ഞു നടക്കുന്നു, തള്ളപ്പെട്ട രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം സഭയിലും സമൂഹത്തിലും സ്ഥാപനങ്ങളിലും പള്ളിയിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവം തമ്മിൽ മര്യാദക്കാരനായതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും പിടിച്ചിരുത്തിയാൽ അവൻ പ്രതികൂലി ആയാൽ നീ ഇരുന്നു എന്ന് പറയും. ശത്രുവിന് നീതി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതേ പരുവത്തിൽ. അങ്ങനെയാണെന്ന് വളരെയധികം പേടിക്കണം. കല്യാണം കഴിച്ചവരും സന്യാസിമാരും ഓഫീസർമാരും എല്ലാ തുറകളിലുള്ളവരും പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ദൈവം അവരെ അവിടെ ആക്കി പോയതുകൊണ്ട് ആ വേഷത്തിൽ തുടർന്നോളാൻ പറയുക. പക്ഷേ അവർ പ്രതികൂലിയാണെങ്കിൽ അവരെ മത്സരത്തിന്റെ ആഭിചാരദോഷത്തിൽ കർത്താവിനെയും പ്രവാചകന്മാരെ ദുഃഖിപ്പിക്കുന്നവരാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ആ കൂട്ടത്തിലാണ്. നമുക്ക് ആരെയും തിരിച്ചണ്ട. ദൈവമേ, ഞാൻ എന്നോട് ചോദിക്കാൻ ഞാനൊരു റബ്ബാന്റെ വേഷത്തിൽ ഒരു പുരോഹിതന്റെ വേഷത്തിൽ പോയപ്പോൾ നിൽക്കുക. ഇപ്പോൾ ഇവിടെ ആരാധന നടത്താൻ പോകുന്നത് എന്റെ അവസ്ഥയുടെയും എന്റെ അശുദ്ധിയുടെയും എന്റെ കപടഭക്തിയുടെയും എന്റെ അന്വേഷണങ്ങളുടെയും എല്ലാ പാപങ്ങളും മത്സരങ്ങളും മറച്ചു വെച്ചിട്ട് നിങ്ങളെ കളിപ്പിക്കാനാണോ, ദൈവത്തെ കളിപ്പിക്കാനാണോ, സമൂഹത്തെ കളിപ്പിക്കാനോ ഞാൻ എന്നോട് ചോദിക്കുക. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഒറ്റ കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന്റെ പദ്ധതി നടപ്പിലാക്കുന്നവർക്ക് ദൈവത്തിന്റെ അനുകൂലികളാണെന്ന് പറയാൻ പോകും. സ്വന്തം ഇഷ്ടം സാധിക്കാൻ വേണ്ടി പള്ളി പോകനെയും പള്ളിയും സഭയെയും സമൂഹത്തെയും പദ്ധതിയെയും ആരാധനയെല്ലാം ദുർവിനിയോഗം ചെയ്യുന്ന ദൈവത്തിന് പ്രതികൂലമായിരിക്കും. അവിടെ തിന്മകൾ പൊടികുത്തി വാണോണ്ടിരിക്കും. അവസാനം ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ശൗലിന്റെ ജീവിതത്തെ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കുർബാന യുഗത്തിൽ നമുക്ക് വേണമെങ്കിൽ ദൈവത്തിന് പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്ന് അനുകൂല സാഹചര്യത്തിൽ കാലുമാറാൻ സാധ്യതയുണ്ട്. ഈ കുർബാനയും അതിനുവേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. നമ്മളെ വഹിക്കുന്ന ബുദ്ധി ആരുടെ ബുദ്ധിയാണ്? ഇത് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്ന മറ്റൊരു വേദഭാഗം റോമാലേഖനം 16 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ അവസാനിക്കുന്നതാണ്. അവിടെ സാത്താനെ വേഗത്തിൽ ചതച്ചു കളഞ്ഞെങ്കിലേ ദൈവരാജ്യം 100% ഈ ലോകത്ത് വരുള്ളൂ. ദൈവരാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന ഇന്നും ആവർത്തിക്കുന്നതിന്റെ കാര്യം ദൈവരാജ്യം 100% ഭൂമിയിൽ വരുത്താത്തത് നമ്മൾ തന്നെയാണ്. പിശാച് രാജ്യത്തിന് പരോക്ഷമായി രഹസ്യമായി കൂട്ടുനിൽക്കും, പരസ്യമായി ദൈവരാജ്യം വരണമെന്ന് പറയുകയും ചെയ്യും. രണ്ടു കൊള്ളത്തെ കാലഘട്ടം പോലെയാണ്. ഇങ്ങനെ ദൈവത്തെയും ദൈവത്തിന്റെ മക്കളെയും വിശുദ്ധന്മാരെയും ദുഃഖിപ്പിക്കുന്ന ദൈവത്തിന്റെ അനുകൂലമല്ലാത്ത എന്തെല്ലാം മനോഭാവങ്ങളും സ്വഭാവങ്ങളും നമ്മുടെ ബാക്കി നോക്കുന്നു. അതിനോട് യാത്ര പറഞ്ഞ് നമ്മുടെ ഉള്ളിലെ പിശാചിന്റെ ബുദ്ധി 100% മാറിക്കഴിഞ്ഞ് പരിശുദ്ധാത്മാവിന് 100% ബുദ്ധി നോക്കിയിട്ടേയുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവത്തിന് അനുകൂലമാകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്വയപരിശോധന സഹായം 153 ഐറ്റം ഒന്നുകൂടെ വിശദീകരിച്ച് പറയുന്നു. എന്റെ ജീവിതത്തിൽ പിശാചിന്റെ ബുദ്ധി എത്ര ശതമാനം ഒളിച്ചിരിക്കുന്നു? ഞാൻ ഭക്തനായിരിക്കും തോന്നുമ്പോഴും ആരാധിപ്പിക്കുമ്പോഴും ധ്യാനിപ്പിക്കുമ്പോഴും എന്റെ ഉള്ളിൽ ആരും അറിയാതെ പിശാചിന്റെ ബുദ്ധി എത്രയുണ്ട്? ദൈവത്തിനോട് എത്രയും ഞാൻ മനസ്സരിയായി ജീവിക്കുന്നു, ദൈവത്തെ ഞാൻ എന്നുമാത്രം ദുഃഖിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ എത്ര കുറിപ്പ് ഞാൻ നടപ്പിലാക്കാതെ പരീക്ഷ മനോഭാവത്തിൽ ഞാൻ ഇന്ന് കഴിയുന്നു എന്ന് ഞാൻ എന്നോട് ചോദിക്കാൻ ഇന്നത്തെ ആരാധന. ഓരോരുത്തർക്ക് അവരവരുടെ ജീവിതത്തിലെ പിശാചിന്റെ ബുദ്ധി എത്രയുണ്ടെന്ന് നോക്കി അതിനെ വെളിയിലാക്കി പിശാചിന്റെ അവകാശം തീർന്നെങ്കിലേ അവരുടെ തല വേഗത്തിൽ ചതയ്ക്കാനും കൊള്ളൂ. പിശാചിന്റെ തല വേഗത്തിൽ ചതയ്ക്കുമെന്ന് പറഞ്ഞിട്ട് 2000 കൊല്ലമായി. റോമ സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്ന സമയം ഇന്നിപ്പോ 2007 അത് പെന്തിക്കോസിക്ക് ശേഷം 25, 30, 40 കൊല്ലം കഴിഞ്ഞ് എഴുതിയൊരു കാര്യമാണ്. അനേക നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും പിശാചിനെ മുഴുവനായി ചതയ്ക്കാൻ കർത്താവിന് കഴിയാത്തത് നമ്മളാണ് കാരണക്കാർ. നമ്മുടെ ഉള്ളിൽ പിശാചിന് ഉൾപ്പെടം കൊടുത്തിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അവന്റെ ബുദ്ധിയായിരിക്കുമ്പോൾ ചവിട്ടിയാൽ നമ്മുടെ തലയ്ക്കിട്ട് ചവിട്ടുകൊള്ളും. നമ്മളെ കെട്ടിക്കളാമെന്ന് വാക്കും പറഞ്ഞു പോയി, വിവാഹ നിശ്ചയം നടത്തി, കല്യാണം മോതിരം ഇട്ടു. ഇനി നമ്മൾ ഒന്ന് ഒരുങ്ങാൻ വേണ്ടി സമയം നീട്ടി തന്നപ്പോൾ നമ്മൾ രഹസ്യമായി ദൈവത്തിന് പ്രതികൂലമായി നമ്മുടെ ഉള്ളിൽ പിശാചിന് ഉൾപ്പെടം കൊടുത്തിരിക്കുന്നെങ്കിൽ ചവിട്ടുകൊള്ളുന്നത് തന്റെ പ്രിയതമയ്ക്കത്തായിരിക്കും. ചെയ്യാനൊക്കെ നിസ്സഹായനായി കർത്താവ് മാറുകയാണ്. അവിടെ പിശാചിനെ തലയടയ്ക്കാൻ വേഗത്തിൽ ചതയ്ക്കാൻ നമ്മളെ ഈ യേശുവിനോട് കൂട്ടിരിക്കണമെങ്കിൽ ഈ പ്രതികൂലിയുടെ ബുദ്ധി തകർത്ത് കളയണം. അപ്പോസ്തലനായ പൗലോസിക്കാരൻ തിരിച്ചറിഞ്ഞപ്പോൾ താൻ അറേബ്യയിൽ പോയി താമസം ചെയ്തു. താൻ അവിടുത്തെ വലിയ പണ്ഡിതനായിരുന്നു. താൻ അതെല്ലാം താഴെ വെച്ചു, സീറോ ആക്കി. തന്റെ ആത്മീയ കമ്പ്യൂട്ടറിലെ പഴയ ഫയൽ മുഴുവൻ സീറോ ആക്കി ഡിലീറ്റ് ചെയ്തിട്ട് സീറോ ആക്കി ഒരു കുഞ്ഞിനെ പോലെ ഇരുന്നിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച കാര്യം മാത്രം തന്റെ ഹൃദയത്തിൽ റീഇൻസ്റ്റോൾ ചെയ്തിട്ട് അത് മാത്രമാണ് താൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് തനിക്ക് 2 കൊരിന്ത്യർ 10 അധ്യായത്തിലെ സങ്കല്പങ്ങളും വിചാരങ്ങളും ഉയർച്ചകളും ഇടിച്ചു തകർത്തുകൊണ്ടിരുന്നു, ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ പിശാചിന്റെ ബുദ്ധി നമ്മുടെ രക്തത്തിനകത്തുണ്ട്, ബുദ്ധിക്കകത്തുണ്ട്.
അതിനെ ഇടിച്ചിടിച്ച് തകർത്ത് ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ സ്വർഗത്തിലെ ജ്ഞാനം നമുക്ക് ലഭിക്കൂ. അങ്ങനെ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അനുകൂലിയാകാൻ സാധിക്കൂ. ഈ വേദഭാഗങ്ങൾ നമ്മൾ ദൈവത്തിന്റെ അനുകൂലിയാണോ പ്രതികൂലിയാണോ മനസ്സിലാക്കാൻ വളരെ സഹായകമാണ്. നമുക്ക് ആരെയും വിളിക്കേണ്ട. കർത്താവ് എന്റെ ജീവിതത്തിൽ എന്തുമാത്രം നിനക്ക് പ്രതികൂലമായ ബുദ്ധി ഇനിയുണ്ട്, വേദനകളുണ്ട്. നിനക്ക് അനുകൂലമാകാൻ ഇനി എത്ര ശതമാനമുണ്ട്, അത് എത്രയും വേണം 100% നിനക്ക് അനുകൂലിയായതിന്റെ കൂടെ നിന്ന് ദൈവരാജ്യത്തിന്റെ അതിൽ മാറ്റിയിടിച്ച് ജന്മസാവലിയോടെ ഞാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ് ഈ ധ്യാനം. അതിനാഗ്രഹിക്കുന്നവർക്ക് എഴുതേൽക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12ാം അധ്യായത്തിന്റെ 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. യേശു അരുൾ ചെയ്തു, എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലിയാകുന്നു, എന്നോടുകൂടി ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപങ്ങളും ദോഷങ്ങളും മനുഷ്യരോട് ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായിട്ടുള്ള ദോഷണം ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് വിരോധമായ ഒരു വാക്ക് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കും, എന്നാൽ പരിശുദ്ധാത്മാവിന് വിരോധമായി പറയുന്നത് ഒരുത്തനോടും ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷമിക്കുകയില്ല. വൃക്ഷം നല്ലതെങ്കിൽ അതിന്റെ ഫലവും നല്ലത്, വൃക്ഷം ചീത്തയെങ്കിൽ ഫലവും ചീത്ത എന്ന് കരുതുവീൻ. എന്നാൽ ഫലം കൊണ്ടാണ് വൃക്ഷം അറിയപ്പെടുന്നത്. ആടലി സന്തതികളെ, ദുഷ്ടന്മാരായിരിക്കെ നല്ല കാര്യങ്ങൾ സംസാരിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്നാൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണല്ലോ വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയുടെ നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന സകല വ്യർത്ഥ വചനത്തിന് ന്യായവിധി നാളിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വചനത്തിനാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വചനങ്ങളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 7ാം ഞായറാഴ്ച സന്ധ്യയ്ക്ക് വായിക്കുന്ന വേദഭാഗം ഇപ്പോൾ വായിച്ചിരിക്കുന്നു. ഈ തിരുവചനം നമുക്ക് കുറ്റബോധം തരുവാൻ, സ്വയപരിശോധന നടത്തുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതാനും മിനിറ്റോട് നോക്കുന്നിരിക്കുക. ഈ തിരുവചനം നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന കുറ്റബോധം പാപമോചന പ്രാർത്ഥനയാക്കി പാപമോചനത്തിന്റെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടുന്ന ഭാഗ്യാവസ്ഥയിലാണ് നമുക്ക് കർത്താവിന്റെ അനുകൂലിയാകാൻ കഴിയുന്നത്. നമ്മൾ കർത്താവിന്റെ അനുകൂലിയാകുന്ന എപ്പോഴാണ്? പ്രതികൂലിയാകുന്ന എപ്പോഴാണ്? നമ്മുടെ പേരിൽ കേസുകളുള്ളപ്പോൾ, നമ്മളെ ഭരിക്കുന്ന തിന്മയായിരിക്കുമ്പോൾ നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും തിന്മ ചെയ്തു പോകുന്ന ബലഹീനത നമുക്ക് വരാം. ആർക്കുണ്ട് അങ്ങനെ ഒരു ഘട്ടം? റോമാലേഖനം 7ാം അധ്യായത്തിൽ പൗലോസ് നിലവിളിക്കുന്ന രംഗത്തിനകത്തുണ്ട്, അയ്യോ ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ തിന്മ ചെയ്തു പോവുക. നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ തിന്മ ചെയ്തു പോകുന്ന ഒരു പ്രമാണം എന്റെ ശരീരത്തിലുണ്ടെന്ന് താൻ സമ്മതിക്കുകയും ചെയ്യുന്നു. പക്ഷെ താൻ അങ്ങനെ നിരാശപ്പെടുന്നില്ല. 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ അവസാനം വരുമ്പോൾ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന സ്തോത്രം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രതികൂലങ്ങളുടെ എല്ലാ പ്രത്യാഘാതങ്ങളും അനുഭവിച്ച് പ്രതികൂലങ്ങളുടെ മധ്യത്തിലെ എല്ലാ ദൈവബോധത്തിന്റെ പ്രശ്നങ്ങളും മനസ്സിലാക്കിയ ശേഷം നമ്മൾ ദൈവത്തിന്റെ അനുകൂലിയായി മാറുന്നതിന് ഒരു യുദ്ധം നടത്താനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ആരാധനസ്ഥലത്തിന്റെ മേൽക്കൂരയിൽ വെള്ളം വീഴുന്ന ശബ്ദം നമുക്ക് ഈ തിരുവചന ജ്ഞാനത്തിന്റെ തർക്കമാകാൻ പാടില്ല. അതിന് നന്ദി പറയാം. ഇപ്പോൾ മഴ പെയ്യുന്നതിന്റെ ശബ്ദം ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു. മഴ പെയ്യുന്നതിന്റെ ശബ്ദത്തിന്റെ ഇടയിൽ ദൈവവചനത്തിന്റെ ശബ്ദവും ഇടരെ ചേർന്ന് വരുന്നു. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാകാൻ സാധിക്കും. ദൈവത്തിന്റെ ആത്മാവിൽ പ്രകൃതി എത്ര മനോഹരമായി അതിന്റെ ദൗത്യം നിർവഹിക്കുന്നു. പിതാവായ ദൈവം കൽപ്പിച്ചനുസരിച്ച് അപ്പോൾ മഴ പെയ്യുന്നു, അല്ലെ? മഴയുടെ ശബ്ദമൊക്കെ കേട്ടോണ്ടിരിക്കുന്നു. ഇന്റർനെറ്റിലൂടെ ഇത് കേൾക്കുന്ന വിചാരിക്കുന്നത് എന്നാ ഈ ശബ്ദം, മൈക്കിന്റെ കുഴപ്പമാണോ എന്താണോ എന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് മഴയുടെ ശബ്ദമാണ് കേട്ടോ. ഇന്റർനെറ്റുകാര്, വെബ്സൈറ്റുകാര്, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ശബ്ദം മഴ പെയ്യുന്നതിന്റെ ശബ്ദമാണ്. അതൊരു പ്രസംഗമാണ്. എന്താ പ്രസംഗം? ദൈവം പ്രകൃതിയോട് വന്നിരിക്കുന്ന കൽപ്പന അത് അനുസരിക്കുന്നു. ഏതാ അതിന്റെ കൽപ്പന അനുസരിക്കുക ദൈവത്തിന് അനുകൂലമായി. കാരണം ഈ സമയം എല്ലാ കൊല്ലവും മഴ പെയ്യേണ്ടത്, അല്ലേ? ജൂൺ ജൂലൈ മാസം മഴയ്ക്കുള്ള സമയമാണ്. അത് നമ്മൾ മഴയെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. മഴ ആ ഉടയക്കാരൻ പറഞ്ഞനുസരിച്ച് പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളതുപോലെ പെയ്യുന്നുണ്ടോ? നമ്മളെ ഏൽപ്പിച്ച പണി കൃത്യസമയം നമ്മൾ ചെയ്യുന്നുണ്ടോ? ഷെഡ്യൂൾ ചെയ്തനുസരിച്ച്, പ്രോഗ്രാം അനുസരിച്ച് പരിപാടി. അതാ പ്രതികൂലമാണ് പോലെ. അപ്പൊ മഴയുടെ പ്രസംഗം കേട്ടോ. മഴയോട് പറഞ്ഞ കാര്യം, മേഘങ്ങളോട് പറഞ്ഞ കാര്യം അത് കൃത്യസമയത്ത് ചെയ്യുന്നു. നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുക, അതിന് ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് പ്രകൃതിയും മേഘങ്ങളും അന്തരീക്ഷവും സൃഷ്ടാവിനെ അനുസരിക്കുന്നു. അതനുസരിച്ച് കാലാകാലങ്ങളിൽ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള മഴയും വെയിലും മഞ്ഞും ഒക്കെ തന്നുകൊണ്ട് പ്രകൃതി അതിന്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ പ്രകൃതി
ഇരിക്കുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്ന പ്രകൃതിയാണ്. എപ്പോഴാ ഭാവം മാറുമെന്ന് അറിയാനൊക്കുവോ? എപ്പോഴാ ശത്രുവിന്റെ പെട്ടെന്ന് ചെയ്യുന്ന അറിയാനൊക്കുവോ? ഇവിടെ നമ്മളിന്ന് രാവിലെ വായിച്ചൊരു വേദഭാഗത്തിൽ ഒരു രാജാവിനെ വലിയ പ്രതീക്ഷയുടെ രാജാവാക്കി. പക്ഷെ രാജാവ് ദൈവത്തിന് പ്രതികൂലിയായത് അറിഞ്ഞില്ല. താൻ അനുകൂലിയാണെന്ന് വിചാരിച്ചു, പക്ഷെ പ്രതികൂലിയായത് അറിയുന്നില്ല. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴാണ് ദൈവത്തിന്റെ പ്രതികൂലിയാകാൻ തുടങ്ങുന്നതെന്നുള്ള കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ പിന്മാറാൻ സാധിക്കും. അതുകൊണ്ടാണ് സകലതും ശോധന ചെയ്ത് നല്ലതും കൂടെ പിടിക്കണമെന്ന് 1 Thessalonians 5:21 പറഞ്ഞിരിക്കുന്നത്. എല്ലാ ചിന്തകളെയും, എല്ലാ വികാരങ്ങളെയും, എല്ലാ വിചാരങ്ങളെയും ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് അവരോട് കേട്ടാവും. ഇപ്പോഴത്തെ വൈറസിന്റെ ശല്യമുള്ള കമ്പ്യൂട്ടറുകാരെ ഏത് ഇമെയിൽ വന്നാലും ഏത് പ്രോഗ്രാം വന്നാലും വൈറസ് ഉണ്ടോ നോക്കിയിട്ട് പുറത്തുകൊള്ളൂ, അല്ലെങ്കിൽ അന്നേരം ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മുഴുവൻ നശിച്ചു പോകും. ഇങ്ങനെ വൈറസ് കയറ്റി കമ്പ്യൂട്ടർ നശിപ്പിക്കുന്ന ഹോബി ഉള്ള പിള്ളേരുണ്ട്. ഇപ്പോഴും കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ അവരുടെ ബുദ്ധി അങ്ങനെ പ്രയോഗിക്കുന്നത്. മറ്റുള്ളവരുടെ കമ്പ്യൂട്ടർ തകർക്കാൻ വൈറസ് എങ്ങനെ ഉണ്ടാക്കാം, വൈറസ് ഉണ്ടാക്കി വീട്ടിൽ എത്തിച്ച് കമ്പ്യൂട്ടർ തകർന്നുകൊണ്ട് ആരംഭിക്കുന്ന പൈശാചികമായ സാഡിസ്റ്റിക് പ്രഷറുള്ള യുവലോകം എന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശത്രു കയറി വരുന്ന വഴി ഏതാണ്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ബുദ്ധികളും ചിന്തകളും ആഗ്രഹങ്ങളും ആര് വന്നതാണ്, എവിടുന്ന് വന്നതാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ അതിനോട് കൂടിയാൽ നമ്മൾ ദൈവത്തിന്റെ പ്രതികൂലിയാണെന്ന് അറിയുകയില്ല. ശിക്ഷ വരുമ്പോഴായിരിക്കും അറിയാൻ പോകും. അതുകൊണ്ട് നമ്മുടെ എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഓരോ വാക്കും, ഓരോ ചിന്തയും, ഓരോ പ്രവൃത്തിയും എവിടുന്ന് വരുന്നു, അതിന്റെ സോഴ്സ് എവിടുന്നാണെന്ന് തിരിച്ചറിയാതിരിക്കുന്നു. നിന്റെ വചനങ്ങളാണ് നീതിയിരിക്കപ്പെടും, നിന്റെ വചനങ്ങളാൽ കുറ്റം വിധിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിന്റെ പുറകിൽ നമ്മുടെ ഹൃദയമുണ്ട്. ഹൃദയത്തിന്റെ പുറകിൽ നമ്മുടെ ഹൃദയത്തെ നയിക്കുന്ന ചില ആത്മാക്കളുണ്ട്. അപ്പൊ ഏത് ആത്മാവിൽ നമ്മൾ സംസാരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കൃപയും ഒക്കുമില്ലാത്ത വാക്കുകളൊക്കെയും ഭക്തിയെയും ബുദ്ധിയെയും ചോർത്തിക്കളയുന്നതാണ്. നമ്മുടെ വാക്കും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ഭക്തിയും തമ്മിൽ അവേദ്യമായ പരസ്പര ബന്ധമുണ്ടെന്നുള്ള കാര്യം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ മുമ്പിൽ പ്രസാദകരമായ ഭക്തി വാക്കിനെ നിയന്ത്രിക്കുന്നതാണ്. നാക്കിനെയും വാക്കിനെയും നിയന്ത്രിക്കാത്തവരുടെ ഭക്തിയും ബുദ്ധിയും വ്യർത്ഥമാണെന്നാണ് യാക്കോബ് എഴുതിയിരിക്കുന്നത്. നാക്കിനെ നിയന്ത്രിക്കണമെങ്കിൽ ഹൃദയത്തെ നിയന്ത്രിക്കണം. ഹൃദയത്തെ നിയന്ത്രിക്കണമെങ്കിൽ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്ന എല്ലാ വിചാര ചിന്തകളെയും ഏത് ആത്മാവ് കൊണ്ടിരുന്നു തിരിച്ചറിഞ്ഞ് ദൈവികമെല്ലാം തന്നെ അത്തപ്പം തന്നെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞെങ്കിലേ നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറയുള്ളൂ. നമ്മുടെ ഹൃദയം ദൈവവചനം കൊണ്ട് നിറയാമെങ്കിൽ വാ തുറക്കുമ്പോൾ വരുന്നത് ദൈവവചനം തന്നെയായിരിക്കും. വചനമാകുന്ന തേൻ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരുന്നാൽ സ്നേഹിച്ചു വിട്ടിയാലും പിണങ്ങി വിട്ടിയാലും തേനേ വരുള്ളൂ. അതുകൊണ്ട് സ്തെഫാനോസ് സഹോദരന്റെ ഹൃദയം മുഴുവൻ ആത്മനിറവിൽ ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിന്റെ വചനമാകുന്ന തേൻ കൊണ്ടും നിറഞ്ഞിരുന്നു. കല്ലെറിഞ്ഞപ്പോഴും തെറിച്ചോ തേന അല്ലേ? വിഷം വല്ലതും തെറിച്ചോ? നമ്മളെ കല്ലെറിഞ്ഞ് നോക്കപ്പോ അറിയാം, അത് തന്നെ ഇരിക്കുന്ന അറിയാം. എന്താ നമ്മുടെ അകത്തിന് വെളിയിൽ വരാൻ എല്ലാം കൊണ്ട് കല്ലെറിയിപ്പിക്കുന്നത്. അപ്പൊ സ്തെഫാനോസ് ആത്മാവിൽ നിറഞ്ഞൊന്നും സ്തെഫാനോസ് സകല ശോധനയിൽ നല്ലത് പുറപ്പെടുത്തൊന്നും താൻ ദൈവത്തിന് അനുകൂലിയാണെന്ന് നിലയ്ക്കുന്നത് കല്ലെറിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ്. കല്ല് കൊണ്ടപ്പോ കല്ലിനെ നോക്കിയില്ല, കല്ലെറിഞ്ഞോനെ നോക്കിയില്ല, തന്റെ ഹൃദയത്തിലെ പ്രാർത്ഥനയിലെ വെളിയൊടിഞ്ഞു വന്നു. യേശു പ്രാർത്ഥിച്ച പോലെ ഇവർ ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു, അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു പാഴ്വാക്കും വന്നില്ല, ഒരു വിരോധവും പരിഭവവും പരാതിയും ഒന്നും അതിനകത്തില്ല. നന്ദി കർത്താവേ, ഇവരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് സ്വർഗം തുറക്കുന്നത് കണ്ടു. മുഖം ദൂതന്റെ മുഖം പോലെ ശോഭിക്കുന്നതും കണ്ടു. അപ്പോഴാണ് ശൗൽ പൗലോസ് ആകാൻ ആരംഭിച്ചത്. അതുവരെ താൻ തെറ്റിദ്ധരിച്ച ആ യേശുവിനെ അവൻ ശരിക്കും ധരിക്കാൻ ആരംഭിച്ചു. ഞാൻ വിചാരിച്ച പോലെ അല്ല യേശു. ആ യേശുവിനുള്ള വിശ്വാസം കൊണ്ട് ഈ സ്തെഫാനോസ് ഇത്രയും ശോഭിക്കാമെങ്കിൽ, ഇത്രയും സന്തോഷത്തോടെ ജീവിക്കാമെങ്കിൽ, ഇത്രയും ആത്മാവിന് സന്തോഷിക്കാമെങ്കിൽ എന്തുകൊണ്ട് യേശു അതായിക്കൂടാന്ന് ചോദിച്ച് താൻ അപ്പം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറ്റിയിട്ടു. അത് മനസ്സിൽ പുകഞ്ഞ് അവസാനം ദോസോസിന്റെ വെളിപാടിൽ അത് സ്വർഗത്തിലെ പുതിയ വെളിപ്പാടായി മാറി. ആ പൗലോസാണ് സങ്കല്പങ്ങളെയും വിചാരങ്ങളെയും ഉയർച്ചകളെയും ഇടിച്ചു തകർത്ത് ഏത് വിചാരത്തെയും ക്രിസ്തുമതത്തിനെ പിടിച്ചിറക്കിയിട്ട് യൂറോപ്പിനെ വേണ്ടി യേശുവിന് നേടിക്കൊടുത്തു. യേശുവിന്റെ ശത്രുവായിരുന്നയാൾ യേശുവിന്റെ മിത്രമായി എല്ലാ അപ്പോസ്തലന്മാരെക്കാൾ മുമ്പിലെത്തി. നമുക്കൊങ്ങനെ ആകണോ? ആഗ്രഹമുണ്ടെങ്കിൽ വാക്കുകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുവാൻ കൃപയും ഉപ്പും കിട്ടാൻ വേണ്ടി ദൈവസ്നേഹത്തിന്റെ അഗ്നിയിലാണ് ഉപ്പിരിക്കുന്നതെന്ന് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിൽ 49-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ മാത്രമേ നാക്കിൽ കാണുന്നതാണെന്ന് ഉപ്പുള്ളൂ. ആ തീയിൽ നാവെടുത്ത് സംസാരിച്ചാൽ അതിനകത്ത് ഉപ്പും കാണും, കൃപയും കാണും. കേൾക്കുന്നവർക്കൊക്കെ ആശ്വാസം കിട്ടും. അത് ദൈവത്തിന് അനുകൂലമായ പ്രവൃത്തിയായിരിക്കും. ഉപ്പും കൃപയില്ലാത്ത വാക്ക് പ്രയോഗിച്ചാൽ അത് എന്തെല്ലാം തത്വജ്ഞാനമുള്ളതാണെങ്കിലും മുറിവേൽപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ, മുറി കെട്ടാൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിന് അനുകൂലമല്ലാത്ത പ്രവൃത്തിയാണ്. അതിന് ക്ഷമ ചോദിക്കാം, അത് എതിർക്കാം. നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയം
നമുക്ക് ഇന്ന് കിട്ടിയതായ ഉൾക്കാഴ്ചകൾ പ്രാർത്ഥനയാക്കി കർത്താവിന്റെ അനുകൂലമല്ലാതെ പ്രതികൂലമായി അറിഞ്ഞോ അറിയാതെയും പ്രവർത്തിച്ചതിനെ ക്ഷമ ചോദിച്ച് കർത്താവിന്റെ കണ്ണുനീര് തുടയ്ക്കാമെങ്കിൽ അവൻ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കും. നമ്മുടെ മക്കളോ നമ്മുടെ സഹപ്രവർത്തകരോ നമ്മുടെ അയൽവക്കക്കാരോ നമ്മളുടെ ശത്രുക്കളോ നമ്മളെ വേദനിപ്പിച്ചത്, നമ്മളെ വഞ്ചിച്ചത് നമുക്ക് പ്രതികൂലമായത് വളരെ വേദനയുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കണ്ണുനീർ പൊടിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു നമ്മളെ ചൊല്ലി കണ്ണുനീർ പൊടിക്കുന്നുണ്ടോ ഇന്നൊന്ന് പരിശോധിക്കാം. ശൗൽ രാജാവിനെ രാജാവാക്കിയതുകൊണ്ട് ദൈവം ദുഃഖിച്ചു. ദൈവം ദുഃഖിച്ചതുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകൻ ശമൂവേലും ദുഃഖിച്ചു. ആ രണ്ടുപേരുടെ ദുഃഖം ഈ ശൗലിന് ദോഷമായി തീർന്നു. ശൗലിന് കുറ്റബോധം ഉണ്ടായില്ല. വളരെ വൈകി തന്റെ മാനത്തിന് വേണ്ടി, മഹത്വത്തിന് വേണ്ടി മാത്രം മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഒരു ആരാധനയും ഒരു കുമ്പസാരവും നടത്തി. നമ്മുടെ കള്ളകുമ്പസാരങ്ങളും നമ്മുടെ കള്ള ആരാധനകളും നമ്മുടെ ചേച്ച ആരാധനകളും മനുഷ്യരെ കാണിക്കാൻ കൊള്ളാവുന്നല്ലാതെ ദൈവസ്ഥനെ സ്വീകാര്യമല്ലെന്ന കാര്യമാണ് 1 ശമൂവേൽ 15 നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ പിശാചിന്റെ ബുദ്ധിയുള്ളിടത്തോളം കാലം അവന്റെ തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാനും അവന്റെ വേലകൾ നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ബാഹ്യപ്രകടനം മാത്രമായിരിക്കും നമ്മുടെ ആരാധന. അപ്പൊ നമ്മുടെ ബുദ്ധിയിൽ എത്ര ശതമാനം പിശാചിന്റെ ബുദ്ധിയുണ്ടെന്ന് എത്രയും വേഗം തിരിച്ചറിഞ്ഞ് അതിനോട് യാത്ര പറഞ്ഞില്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രാജാവിനെ രാജാവാക്കിയതുകൊണ്ട് ദൈവം ദുഃഖിച്ചു. അവൻ അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അവൻ ദുരാത്മബാധിതനായി ഒരു കാരണവുമില്ലാതെ ഉപകാരം ചെയ്തവരെ കുത്തിക്കൊണ്ട് നടന്നു. പക്ഷേ ദാവീദ് അതിന്റെ മധ്യത്തിൽ ദൈവഹൃദയപ്രകാരം മനുഷ്യനായിട്ട് വളരുകയും ചെയ്യും. നമ്മൾ ഏത് കൂട്ടത്തിലാണ്? നമ്മൾ ദാവീദിനെ പോലെ ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യരായി വളരുന്നുണ്ടോ, അതോ ശൗലിനെ പോലെ ദുരാത്മബാധിതരായി അസൂയ പൂണ്ട് നമ്മളെ സഹായിച്ചവരെല്ലാം കുത്തിക്കൊണ്ട് നടക്കുകയാണ്, കുന്തം കൊണ്ട് കുത്തിക്കൊണ്ട് നടക്കുകയാണ്? അത് താൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ബോധം കെട്ടുപോയാൽ പിന്നെ ഇതൊന്നും അറിയുകയില്ല. അതുകൊണ്ടാണ് യേശു കാൽവരി ക്രൂശിലും സ്തെഫാനോ സഹത കല്ലേറിനിടയിലും ശത്രുക്കൾ ചെയ്യുന്നത് അറിയാത്തതുകൊണ്ട് ക്ഷമിക്കണമെന്ന്. ആ അറിവ് നമുക്കുണ്ടോ? നമ്മുടെ വിചാരം അവർ കരുതി കൂട്ടി അന്നേടി ഞാൻ ചെയ്യുന്നതാ. അതല്ല. അതുകൊണ്ട് പിശാചിന്റെ ബുദ്ധി കയറി നമ്മൾ ബോധം കെട്ടുപോയാൽ പിന്നെ അവന്റെ ബുദ്ധിയായിരിക്കും പ്രവർത്തിക്കുന്നത്. പാമ്പ് അറിഞ്ഞില്ല ഇപ്പൊ ആ കാര്യമൊന്നും. പാമ്പിന് ബുദ്ധിയില്ലാത്തതുകൊണ്ട് പിശാചിന്റെ ബുദ്ധി 100% കുത്തിച്ചെലുത്തിയപ്പോൾ പാമ്പ് പിശാച് പറഞ്ഞൊക്കെ കേട്ടു. പക്ഷേ ചവിട്ട് കിട്ടിയത് പാമ്പിനിടാന്ന് മാത്രം. എന്താ? അപ്പൊ നമ്മുടെ ബുദ്ധി, നമ്മുടെ ശരീരവും അറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ പരിപാടിക്ക് വിട്ടുകൊടുത്താൽ തൽക്കാലത്തേക്ക് സുഖമോ തൽക്കാലത്തേക്ക് രസമോ ഒക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷേ അത് പിശാചിന്റെ പരിപാടിയാണെങ്കിൽ കർത്താവ് നമ്മളെ എന്തെങ്കിലും ചവിട്ടിയിരിക്കും. ചവിട്ടുന്നതിന് മുമ്പേ മാറിക്കൂ. പിശാച് നിങ്ങളുമായിട്ട് പിണങ്ങിക്കൂ. പിശാചിനെ ഉപേക്ഷിച്ചു. അതാണ് മാമോദീസായിൽ ഞാൻ പിശാചിനെ തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നിന്റെ വഞ്ചനയെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്ന പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പറഞ്ഞ്. പിശാചിനെ അവന്റെ വഞ്ചനയെ ഉപേക്ഷിച്ച് നിന്റെ ബുദ്ധി എനിക്ക് വേണ്ട, നിന്റെ വഞ്ചനയും വേണ്ട, നിന്റെ ഒരു മധുരമുള്ള വിഷവും എനിക്ക് വേണ്ട. എനിക്ക് കർത്താവ് തരുന്ന കയ്പ് ഉള്ള ഔഷധമായാലും മതി, കയ്പ് കഷായമായാലും മതി, ദൈവേഷ്ടമാകുന്ന കയ്പ് കഷായാലും എനിക്ക് മതിയെന്ന് പറയുന്നതാണ് ദൈവത്തിന് അനുകൂലമായ ആ മനോഭാവം. പരിശുദ്ധ മാതാവാണ് കൃപായുഗത്തിൽ ആദ്യമായി കയ്പുള്ളതായ ആ ദൈവഹിതം മധുരം പോലെ കുടിച്ചത്. ഏതെങ്കിലും പെൺകുട്ടികൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാലാഖ ചെന്ന് ദൈവം തമ്പുരാന് ദൈവത്തിന്റെ അമ്മയാകാൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ വലിയൊരു ശ്രദ്ധയ്ക്ക് പോകും. ആരെ കൊണ്ടും പറ്റുന്ന കാര്യമില്ല. അങ്ങനെ മറിയാം തനിക്ക് ഉറച്ചിരുന്ന കല്യാണം കൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് എനിക്ക് എന്റെ കർത്താവിന്റെ ഇഷ്ടം നടന്നാൽ മതി, അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ കൂടെ വാള് കിടന്നാലും വേണ്ടില്ല, കല്യാണോർപ്പുരം വന്നവരെല്ലാം എന്നെ കളിയാക്കിയാലും എന്നെ ഉപേക്ഷിച്ചാലും എന്നെ വെറുത്താലും വേണ്ടില്ല, ദൈവയിഷ്ടം നടക്കാൻ മനുഷ്യയാതെ രക്ഷപ്പെടാൻ അങ്ങനെ ഒരു കന്യകയെ വേണമെങ്കിൽ അത് ഞാനായിക്കോട്ടെ. പിടിച്ചു. അത് കയ്പുള്ള കയ്പുള്ള ഒരു കഷായം പോലെയായിരുന്നു. ആ കയ്പുള്ള കഷായം ഇഷ്ടത്തോടെ കുടിച്ചിറക്കി. കാൽവരി ക്രൂശിന് ചൂട് വരെ കയ്പ് തന്നെ. പക്ഷേ കാൽവരി ക്രൂശ് കഴിഞ്ഞപ്പോഴാണ് മനുഷ്യജാതിയുടെ പാപ രോഗം മാറാൻ ഈ കഷായം കുടിച്ചേ മതിയാവും. മാതാവും കർത്താവും മനുഷ്യജാതിയെ മുഴുവനും ഉള്ളിൽ വഹിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും വഹിച്ചുകൊണ്ട് കയ്പ് കഷായം കുടിക്കുകയായിരുന്നു. 34 കൊല്ലം നീണ്ടുന്ന കഷായം കുടി ഒരു രസവുമില്ല, ഒരു മേമ്പടി പോലും ഇല്ല. സാധാരണ കഷായം കുടിക്കുമ്പോൾ ഒരു ശകലം ശർക്കരയുടെ അറ്റമ്പലം കഴിച്ചോളാൻ മതി, അതുമില്ല. അവർ മേമ്പടി പോലും ഇല്ലാതെ അതിന്റെ കൂടെ കഴിക്കാൻ ഒരു മധുരവും ഇല്ലാതെ 34 കൊല്ലം കയ്പ് കഷായം കുടിച്ചത് യേശുവും മാതാവും നമ്മളെ വഹിച്ചുകൊണ്ട് നമ്മുടെ രക്തദൂഷ്യം മാറാൻ, നമ്മുടെ സുബുദ്ധി മാറാൻ, നികൃഷ്ടബുദ്ധി മാറാൻ, അശുദ്ധി മാറാൻ, ശാപം മാറാൻ വേണ്ടി ഉറച്ചിരുന്നതെല്ലാം മാറ്റിവെച്ചിട്ട് തന്നെ അത് സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഇവിടെ നിൽക്കാൻ സാധിക്കും. അവർ ചെയ്യാവുന്നതിന്റെ പണിയിലേക്ക് പോയി. നമ്മളിനിയും പുറമാതിലൂടെ പിശാചിന്റെ ബുദ്ധിക്കും സങ്കല്പങ്ങൾ വിചാരങ്ങൾ നമ്മൾ ഇടം കൊടുക്കുന്നെങ്കിൽ നമ്മൾ ആരെയെല്ലാം ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ആ ദുഃഖം തീർത്താലേ നമ്മുടെ ദുഃഖം മാറുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ എതിർത്തപ്പോൾ നമ്മുടെ ഉദ്ദേശം സാധിക്കാതെ വന്നപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടായോ? കർത്താവ് ചോദിക്കാൻ നിനക്ക് ദുഃഖം ഉണ്ടില്ലേ? എനിക്ക് അതിനു മുമ്പേ ദുഃഖം തുടങ്ങിയത്, അത് ആദ്യം തീർക്കാനാവാം.
അതുകൊണ്ട് ആദ്യം യേശുവിന്റെ ദുഃഖം തീർക്കുക, പിതാവിന്റെ ദുഃഖം തീർക്കുക, പരിശുദ്ധാത്മാവിന്റെ ദുഃഖം തീർക്കുക. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് എഫേസ്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിനെ വളരെയധികം ദുഃഖിപ്പിച്ച പൗലോസായി പറഞ്ഞത്, ഞാനൊത്തിരി ദുഃഖിപ്പിച്ചതാ മക്കളെ, നിങ്ങളിനെ ദുഃഖിപ്പിക്കരുത്, ഞാൻ ദുഃഖിപ്പിച്ചതാ, എന്നാൽ എനിക്കതിന് അത് മനസ്സിലായി, നിങ്ങളെങ്ങനെ ദുഃഖിപ്പിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് എഫേസ്യ സഭയെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദുഃഖം തീരുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെയും പ്രവാചകന്മാരുടെയും ദുഃഖം തീരട്ടെ. അതിനുവേണ്ടി അവരെല്ലാവരും വന്ന് ധൂപപ്രാർത്ഥനയിലൂടെ നമ്മുടെ കുബുദ്ധികളെ, നികൃഷ്ട ബുദ്ധികളെ, പിശാചിന്റെ ബുദ്ധികളെ നമ്മൾ ഇറക്കി വിടാനുള്ള ആ അനുഗ്രഹം നമുക്ക് തരാൻ പോവുക. അത് വേണ്ടവർക്ക് ഇത് സംബന്ധിക്കാം. കർത്താവിന്റെ മോർച്ചം ഉണ്ടാകട്ടെ. പാട്ടുകാരനോടൊപ്പം നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ദൈവയിഷ്ടമാക്കാനുള്ള ഒരു പ്രാർത്ഥനയും കൂടെ നടത്തി കഴിഞ്ഞു. നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്ന് നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് അനേക നാളുകളായി, അനേക വർഷങ്ങളായി. എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന തുടരേണ്ടി വരുന്നത്, ഈ സമർപ്പണത്തിന്റെ ഈ പാട്ട് ആവർത്തിക്കേണ്ടി വരുന്നത്? നമ്മൾ ദൈവേശം ചെയ്തോളാം, സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, നമ്മുടെ അടിമനത്തിൽ ദൈവത്തിന് അനുകൂലമല്ലാത്ത അനേക ഭാവങ്ങളും അനേക ആഗ്രഹങ്ങളും അടിഞ്ഞുറങ്ങി കിടക്കുന്നു. അത് കണ്ടെത്തുവാൻ നിരന്തരമായ പോരാട്ടം, നിരന്തരമായ സ്വയപരിശോധന, പോരാട്ടങ്ങൾ ആവശ്യമാണെന്നാണ് വിലാസന്മാർ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തിലെ ശേഷിക്കുന്ന നിമിഷങ്ങൾ അങ്ങനെ ദൈവത്തിന് അനുകൂലമായി ദൈവത്തിന്റെ എല്ലാ നേട്ടങ്ങളും നമ്മുടേതാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെന്ന കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഈ 2007 ഈ ജൂലൈ മാസം 12-ാം തീയതി വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞു സങ്കേതമഠത്തിൽ ഈ ബൈബിൾ ക്ലാസ്സിലൂടെ ഈ തിരുവചന വിളിച്ച് നമ്മുടെ അധാര മണ്ഡലങ്ങളിൽ എത്തിക്കാനൊരു സംയുക്ത സംരംഭം നടത്താനൊരു ഭാഗ്യം ലഭിച്ച് ദൈവത്തെ ശ്രമിക്കാം. ഈ മഴക്കാലത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രകൃതി ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് അതിന്റെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് തരേണ്ടതെല്ലാം ദൈവം തന്നു കഴിഞ്ഞു. എന്നാൽ നമ്മൾ ദൈവത്തിന് അനുകൂലമായി ഫലം പുറപ്പെടുവിച്ചോ, നമുക്ക് കർത്താവിന് അനുകൂലമായി വേല ചെയ്തിട്ട് കർത്താവിനെ സന്തോഷിപ്പിച്ചോ എന്ന് പരിശോധിക്കുവാൻ നമ്മൾ ഒരിക്കൽ കൂടെ ഈ തിരുവനന്തപുരത്തിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. രാവിലെ കേട്ടതിന്റെ ബാക്കിയായിട്ട് ഈ തിരുവനന്തപുരത്തിലെ ഇണവാക്യങ്ങൾ തേടി നമ്മൾ പോവുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന് 30 മുതൽ 37 വരെയാണ് നമ്മൾ രാവിലെ പഠിച്ചത്. അതിൽ ആദ്യവും അവസാനവും നമ്മൾ ചേർത്ത് വെച്ച് ചിന്തിച്ച് തുടങ്ങി. വിശുദ്ധ മത്തായി 12:30 എനിക്ക് അനുകൂലിയല്ലാത്തവൻ എനിക്ക് പ്രതികൂലിയാകുന്നു, എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു എന്നുള്ള ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അന്വർത്ഥമായിരിക്കുന്നത്? കർത്താവിന് അനുകൂലമല്ലാത്ത വശങ്ങൾ ഏതെല്ലാം തരത്തിൽ പ്രതികൂലമായി കർത്താവിനെ ദുഃഖിപ്പിച്ചു. എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു, ചേർക്കാത്തവർ ചിതറിക്കുന്നു. എന്താണ് ഈ ചേർക്കേണ്ടത്? കർത്താവിനോട് ചേരേണ്ടത് എന്തൊക്കെയാണ്? കർത്താവിനോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ ചേർക്കേണ്ട. നമ്മൾ കർത്താവിനോട് ചേർന്നോ? പാട്ടുകാരൻ യേശുവോട് ചേർന്നിരിക്കുന്ന അത്ര മോദമാണെന്നത് പാടിയിട്ടുണ്ട്, നമുക്കിവിടെ പാടിയിട്ടുമുണ്ട്. നമ്മൾ യേശുവിനോട് ചേർന്ന് വരുന്നിട്ട് മറ്റുള്ളവരെ യേശുവിനോട് ചേർക്കുന്നുണ്ടോ? എവിടെയാണ് യേശുവിനോട് ആദ്യം ചേരേണ്ടത്? എങ്ങനെയാ ചേരുന്നത്? ചേരുന്നതിന് എന്താണ് തടസ്സം? ഇതൊക്കെയും പ്രായോഗികമായി നമ്മൾ വിവേചിക്കേണ്ടിയിരിക്കുന്നു. ഇതിനാധാരമായി വേറെ ചില വ്യവഹാരങ്ങളുണ്ട്. ഈ ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള വലിയ പദ്ധതി എന്താണെന്ന കാര്യം ശരിക്കും മനസ്സിലാക്കുമ്പോൾ അതിൽ ഈ ചേർക്കലിന് വലിയ സ്ഥാനമുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഒരു വലിയ രഹസ്യം അദ്ദേഹത്തിൽ തപസ് ചെയ്തപ്പോൾ പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെടുകയുണ്ടായി. അതൊരു മർമ്മമാണ്, ഒരു രഹസ്യമാണ്. ആ രഹസ്യം നമുക്ക് വെളിപ്പെട്ടിട്ടുണ്ടോ? യേശുവിനെതിരായി, യേശുവിന് പ്രതികൂലമായി അനേകരെ യേശുവിൽ നടത്തിക്കളഞ്ഞാലായിരുന്നു ശൗൽ. യേശുവിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ആ പണി ചെയ്തത്. യേശുവിനെയും ക്രിസ്ത്യാനികളെയും തെറ്റിദ്ധരിച്ച ശൗൽ അനേക ക്രിസ്ത്യാനികളെ കൊന്നുപിടിച്ചപ്പോൾ അതിനെ വലിയ അധികാരത്തോടെ ആ വേല ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ഡമസ്കോസിൽ അവിടെ വെച്ച് തനിക്കുണ്ടായ ദിവ്യ ദർശനത്തിൽ ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്നുള്ള ചോദ്യത്തിൽ ശൗലിന്റെ അന്ന് വരെയുള്ള പ്രവർത്തനങ്ങൾ ഉപദ്രവമായിരുന്നു. അത്
യേശുവിനുള്ള ചേർക്കലല്ലായിരുന്നു, ചിതറിക്കലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ ചിതറിച്ചോ ചേർത്തോ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ എങ്ങനെയാണ് ചേരുന്നത്, എങ്ങനെയാണ് ചേർക്കുന്നത് എന്ന് ഈ മർമ്മത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എഫേസ്യർ 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹായ്ക്ക് നമ്മളെക്കുറിച്ചും എല്ലാവരെക്കുറിച്ചും ഉള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു രഹസ്യം വെളിപ്പെട്ടത് എന്താണ്? ആകാശത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം വീണ്ടും തന്നെ ഒന്നായി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണ്ണതയിലെ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം ഒരു മർമ്മമായി എനിക്ക് വെളിപ്പെട്ടു. അപ്പോൾ കാലസമ്പൂർണത വരുമ്പോൾ ആകാശത്തിലും ഭൂമിയിലും തനിക്കുള്ളതെല്ലാം തന്നിൽ ഒന്നായി തീരും. അതിനുവേണ്ടി കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായി അന്വേഷിക്കേണ്ടത് യേശുവിൽ ഒന്നായി ചേരേണ്ട, കാലസമ്പൂർണ്ണതയിൽ യേശുവിൽ പൂർണ്ണമായി ഒന്നായി ചേരേണ്ട യേശുവിനുള്ള ആളാണോ ഞാൻ എന്ന് എന്നോട് ചോദിക്കണം നമ്മൾ ഓരോരുത്തരും. ആണെങ്കിൽ 100% ഞാൻ യേശുവിനോട് ചേർന്നോ? അത് തന്നെയാണ് ദുഃഖം. അപ്പോൾ യേശുവിന്റെയും സ്വർഗത്തിന്റെയും ദുഃഖം എന്താണ്? 100% യേശുവിനോട് ചേർന്നിരിക്കുന്ന നമ്മൾ 50% ചേർന്നുള്ളെങ്കിൽ 50% പിശാചിനോട് ചേർന്നിരിക്കുകയാണെങ്കിൽ അത്രയും കാര്യങ്ങളിൽ പ്രതികൂലമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അപ്പം പരസ്പര വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മളുള്ളപ്പോൾ നമ്മളുടെ അനുകൂലമായ വശം പോലും പൂർണ്ണമായി പ്രയോജനപ്പെടാൻ ഒക്കാതെയും വരാം. അനുകൂലവും പ്രതികൂലമായ രണ്ട് സ്വഭാവങ്ങൾ തമ്മിൽ പോരാടിയിട്ട് അനുകൂലമായിട്ടുള്ളത് പോലും പ്രയോജനപ്പെടുത്താത്ത ഒരു ഗതിയേട് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സംഘടനമുണ്ട്. അതുകൊണ്ടാണ് കർത്താവിക്കാര്യം തുറന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് അനുകൂലിയല്ലാത്തവൻ എനിക്ക് പ്രതികൂലിയാണ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്നോട് ചേർക്കാത്തവൻ ചെറുതിയാണെന്നുള്ള കാര്യം ഏതെല്ലാം തരത്തിലാണ് കർത്താവിന് അനുഭവപ്പെട്ടിട്ടുള്ളത്? തെറ്റിദ്ധാരണയും മുൻവിധിയും സംശയങ്ങളും അവിശ്വാസങ്ങളും ശൗലിനെ ക്രിസ്തുവിൽ നിന്ന് ക്രിസ്ത്യാനികളെ അകറ്റുവാനാണ് ആദ്യം ഉപകരിച്ചത്. എന്നാൽ അത് തെറ്റിദ്ധാരണ കൊണ്ടായതുകൊണ്ട് ഒരു വെളിപ്പാട് ആവശ്യമാണെന്നുള്ള ആ വലിയ ബോധ്യത്തിൽ പരിശുദ്ധാത്മാവിൽ ആ വെളിപ്പാട് നൽകുന്നു. പിതാവിന്റെ വിളക്കുവാതിരുന്ന യേശു ഒന്നുകൂടെ ഭൂമിയിലേക്ക് മധ്യാകാശം വരെ വന്നിട്ട് ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നെന്നുള്ള ഒരു ചോദ്യം ആവശ്യമായി വന്നു. ആ ചോദ്യത്തിന് മുമ്പിൽ താൻ താഴെ വീഴുന്നു. താൻ അന്ന് പ്രതികൂലമായി ചെതറിക്കുന്ന പരിപാടി നിർത്തിവെച്ചു. താൻ അടങ്ങി ഒതുങ്ങി 3 ദിവസം അന്ധനെ പോലെ മാറിയിരുന്ന് വിശ്വസിച്ച് സ്നാനമേറ്റ് ആത്മാഭിഷേകം പ്രാപിച്ച് താൻ മരുഭൂമിയിൽ കാത്തിരുന്ന് ദൈവത്തിന്റെ പദ്ധതികൾ ശരിക്കും മനസ്സിലായി പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ പറഞ്ഞതനുസരിച്ച് മാത്രം നീങ്ങി എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. അങ്ങനെ കാത്തിരുന്നെങ്കിലും അഭിഷേകം പ്രാപിച്ചെങ്കിലും ഈ അപ്പോസ്തലനായ പൗലൂസിനെ തന്റെ തോന്നലുകളും തന്റെ ചിന്തകളും തന്റെ ആഗ്രഹങ്ങളും പരിശുദ്ധാത്മാവിന്റെ പദ്ധതിക്ക് എതിരാണെന്ന് മനസ്സിലായപ്പോൾ അതിന് കീഴ്പ്പെടുവാനുള്ള മനസ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ പൗലോസ്യായിക്ക് വെളിപ്പാട് കിട്ടിയതിന് ശേഷം മനസ്സാന്തരപ്പെട്ടതിന് ശേഷം ആദ്യം ഉണ്ടായ ആഗ്രഹം ആ ദിവസത്തിൽ തന്നെ സാക്ഷ്യം പറഞ്ഞാൽ കൊള്ളാവുന്ന സമ്മതിച്ച പരിശുദ്ധാത്മാവ് ഇല്ല, നിന്റെ സാക്ഷിയൊന്നും ഇവിടെ വില പോവുകയില്ലെന്നോ. നീ സാക്ഷ്യം പറയാൻ പോയാൽ ഇപ്പോൾ അത് ആർക്കും ദഹിക്കുകയില്ല. നീ ക്രിസ്ത്യാനികളെ കൊന്നുപിടിച്ചുകൊണ്ട് വന്നയാൾ ഒരു സുപ്രഭാതത്തിൽ നേരെ തിരിച്ചുപോയി പറഞ്ഞാൽ അവർ മാസാന്തരപ്പെടുമെന്നായിരുന്നു പൗലോസിന്റെ ബുദ്ധി. പക്ഷെ ആ ബുദ്ധി പരിശുദ്ധാത്മാവ് സമ്മതിച്ചോ? നിന്റെ ബുദ്ധിയൊന്നും ഇവിടെ നടപ്പില്ല, നിനക്ക് വാന്ത് പിടിച്ചെന്ന് പറയും, അല്ലെ കാല് മാറിയെന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാപിത താല്പര്യത്തോടെ നീ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അതിനെ കൂട്ടിമാറ്റിക്കളയാൻ ആ സാധ്യത. അതുകൊണ്ട് ഇപ്പം നിന്റെ സാക്ഷിയൊന്നും ഇവിടെ വേണ്ട, നീ അടങ്ങി ഒതുങ്ങി മാറിയിരിക്കുക എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് പൗലൂസിനെ അവിടുന്ന് മാറ്റിവിടുകയാണ്. അതിനുശേഷം പൗലൂസ് ദൈവവിളി ബോധത്തോടുകൂടെ മിഷണറി യാത്രയ്ക്ക് പുറപ്പെടുന്ന രംഗങ്ങൾ കാണാം. അപ്പോസ്തല പ്രവൃത്തി 13 ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ ദൈവവിളി ബോധത്തോടെ ദൈവ ശബ്ദം കേട്ടിട്ട് തലയിൽ കൈവക്കും കൂടെ കിട്ടി. അങ്ങനെ പൗലൂസും ബർന്നബാസും 1-ാം മിഷണറി യാത്രയ്ക്ക് പുറപ്പെടുന്നു. അതുവരെ കാത്തിരിക്കണം. അപ്പൊ നമുക്ക് വെളിപ്പാട് കിട്ടിയാൽ പോരാ, വിശ്വസിച്ചാൽ പോരാ, സ്നാനം ഏറ്റാൽ പോരാ, അഭിഷേകം കിട്ടിയാൽ പോരാ, നല്ല ആഗ്രഹം ഉണ്ടായാലും പോരാ, അതിന്
മുമ്പ്, അത് നടപ്പിലാകുന്നതിന് മുമ്പ് ഒരു ആരാധനയും ഒരു ഉപവാസവും ഒരു കാത്തിരിപ്പും ഒരു പരസ്യമായ കൈവപ്പും ഒരു പരസ്യമായ അംഗീകാരങ്ങളും വേണം. എന്നാ പറഞ്ഞില്ല, നമുക്ക് മാത്രം രഹസ്യമായി പല അനുഭവങ്ങൾ ഉണ്ടാകുന്നൊരു കാലമുണ്ട്. ദൈവം അത് പരസ്യമായി മറ്റുള്ളവരെ കാണിക്കുന്ന ഒരു കാലമുണ്ട്. അതിൻ്റെയും ഒരു ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ദൈവത്തോട് അനുകൂലമായി നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ധൈര്യമായി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ആരാധനയുടെ ആവശ്യം അതാണ് കാണിക്കുന്നത്. ആരാധന മധ്യത്തിലാണ് ആ വെളിപ്പാടുണ്ടായത്. ശബ്ദം എല്ലാവരും കേട്ടു. എല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിച്ചൊരുക്കി യാത്ര വരികയാണ്. അങ്ങനെ ഈ പൗലോസ്ലീഹ ദൈവത്തിന്റെ വേല ദൈവത്തിന് അനുകൂലമായി ചെയ്യാൻ ആരംഭിച്ചു. പക്ഷെ പിന്നെയും തന്റെ ഉള്ളിൽ തന്നെ പ്രതികൂലമായ ഭാവങ്ങളും ആഗ്രഹങ്ങളും ചിന്തകളും പ്രേരണകളും വരുന്നത് കാണാം. അതിനെ അപ്പോഴപ്പോൾ തിരിച്ചുവിടുന്നതും തടഞ്ഞു കത്തിരിക്കുന്നതും മറ്റു വഴിയായിട്ട് പോകുന്ന രംഗവും പിന്നെ കാണാം. അങ്ങനെ പൗലോസ്ലീഹയ്ക്ക് തന്റെ ബുദ്ധിയിൽ ചിലടത്ത് പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് തടഞ്ഞു നിലവാ ഒരു വാചകമുണ്ട്. പരിശുദ്ധാത്മാവ് അവരെ സമ്മതിച്ചില്ല. അപ്പോ അതിന് കാരണം പാപമായ വയൽ ഏതാണെന്ന് പരിശുദ്ധാത്മാവിനെ അറിയാവൂ. പാപമാകുന്നത് എന്നാലേ കൊയ്യാനൊക്കുള്ളൂ. പാപമാകാത്തത് എന്നാൽ നമ്മൾ ആ വയൽ ചവിട്ടി നദിക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു കാര്യത്തിന്റെ സമയമായോ പാപമായോ എന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ അനുസരിക്കുക നോക്കിയുള്ളൂ. അതുകൊണ്ട് പൗലോസ്ലീഹയ്ക്ക് ഡെമോസ്കോസിലേക്ക് ആക്കി മാറ്റി വെക്കേണ്ടി വന്നു. തന്റെ പദ്ധതിക്ക് അവിടെ ദൈവസന്നിധിയിൽ യാതൊരു വിലയുമില്ലാന്ന് മനസ്സിലായിട്ട് അതിനെ താഴ്ത്തി വെക്കേണ്ടി വന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് തന്റെ തലയിൽ കൈവയ്ക്കാൻ വേറെ ചില വരേണ്ടി വന്നു. കൈവപ്പോടുകൂടെ ഒരു പരസ്യമായ അംഗീകാരം കിട്ടിക്കഴിഞ്ഞ് പിന്നെയും പോകുമ്പോൾ പരിശുദ്ധാത്മാവ് പലയിടങ്ങളിലും വിലക്കുന്നതായിട്ട് കണ്ടു. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ വരുമ്പോൾ ചില തർക്കങ്ങളും ചില വിവാദങ്ങളും ചില സംശയങ്ങളും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന എല്ലാവരും കൂടി ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിന് ഞാൻ തോന്നിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ചില ലേഖനങ്ങൾ എഴുതി മറ്റുള്ള കൊടുത്തേക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവവേദൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ധ്യാനിക്കുകയും ഒന്നിച്ചുകൂടിയിരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ തോന്നലും നമ്മുടെ തോന്നലും ഒന്നാകുന്ന ഒരു സമയമുണ്ട്. പക്ഷെ എന്നും അങ്ങനെയാണെന്ന് വിചാരിച്ചേക്കരുത്. എപ്പോഴും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാമെങ്കിൽ, ശരിക്കും ധ്യാനിക്കാമെങ്കിൽ, കുറെ സമയം ആരാധനയിൽ ധ്യാനത്തിൽ ഇരിക്കാമെങ്കിൽ നമ്മുടെ തോന്നലൊരു പരിശുദ്ധാത്മാവിന്റെ തോന്നൽ തന്നെയാകുന്ന സമയമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തോന്നലും നമ്മുടെ തോന്നലും രണ്ടാകുന്ന സമയമുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാതെ സ്വന്തം വിവേകത്തിൽ ഊന്നിപ്പോയാൽ അവിടെ അനുകൂലമല്ലാത്ത പ്രതികൂലാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇതെല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. സ്വന്തം വിവേകത്തിൽ ഊന്നിരുന്ന കാര്യം അത് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയില്ലാത്ത കാര്യങ്ങളിൽ ദൈവഹിതം തിരിച്ചറിയാൻ കാത്തിരിക്കുകയും മറ്റുള്ളവരോടും കൂടെ പ്രാർത്ഥിക്കാൻ പറയുകയും അങ്ങനെ 2-3 പേരിലൂടെ സാക്ഷ്യം കിട്ടിയിട്ട് ഒരു കാര്യം ഉറപ്പിക്കുകയും ചെയ്യേണ്ട സമയവും വരുമെന്നുള്ളതാണ്. നന്മയും തിന്മയും തിരിച്ചറിയാൻ എളുപ്പമാണ്. പക്ഷേ നല്ല കാര്യങ്ങൾ തന്നെ 2-3 ഉണ്ട്. ഗുഡ്, ബെറ്റർ ആൻഡ് ബെസ്റ്റ്. തിരിച്ചറിഞ്ഞ വിഷമമാണ്. ബെസ്റ്റാ ചെയ്യേണ്ടത്. എന്താ ബുദ്ധിയുടെ കുഴപ്പമല്ല, ഒരു നഷ്ടം വരുമ്പോൾ എന്താ. അപ്പൊ ഇംഗ്ലീഷിൽ ഞങ്ങൾ 3 വാക്കുണ്ട്. 3ഉം നല്ല കാര്യങ്ങളാണ്. ഗുഡ്, ബെറ്റർ ആൻഡ് ബെസ്റ്റ്. പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചാൽ ബെസ്റ്റ് ഏതാന്ന് പറയും. കല്യാണത്തിൽ വരുമ്പോൾ ബെസ്റ്റ് എന്നാ വരും, എത്ര പേരാ കാണാൻ വരുന്നത്, ഇതിലേതാ ബെസ്റ്റ് എന്ന് ഇങ്ങനെ അറിയുന്നത്. രണ്ടിലാക്കും ജോലി വരുമ്പോൾ പല ജോലിയും എന്താ പലർത്തി ക്ഷണങ്ങൾ. ഇതിലേതാ ബെസ്റ്റ്, ഇതിലേതാ ദൈവം എന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് തിരഞ്ഞെടുക്കാൻ വലിയ വിഷമമാണെന്നാണ് പറയുന്നത്. അപ്പൊ നന്മയും തിന്മയും തിരിച്ചറിയുന്നതിനേക്കാൾ ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും നല്ല കാര്യം ഏതാണ്, ഏറ്റവും അനുഗ്രഹകരമായ കാര്യം ഏതാണെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ ആഗ്രഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കാര്യത്തിൽ നമ്മളെ വഴി നടത്താൻ പല വഴികളും പല മാർഗങ്ങളും നമുക്ക് വെച്ചിട്ടുണ്ടെന്ന കാര്യം അറിയിക്കുന്നു. ഈ പൗലോസിന്റെ ജീവിതത്തിലും അപ്പോസ്തല പ്രവൃത്തികളും ആഴമായി പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവ് എങ്ങനെയെല്ലാം നടത്തി
ആ അനുഭവങ്ങളിലൂടെ അവർ എങ്ങനെ അനേകരെ നേടിയെടുത്തു, അനേകരെ യേശുവിനോട് ചേർത്തു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ യേശുവിനുള്ളവരെ യേശുവിനോട് ചേർത്ത് കൊടുക്കുന്നതാണ് ദൈവത്തിന് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ സേവനം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, തനിക്കുള്ളവരെ, യേശുവിനുള്ളവരെ ആകാശത്തിൽ മുകളിൽ എല്ലാവരെയും തന്നിൽ ഒന്നിച്ചു കൂട്ടിച്ചേർക്കുന്നതാണ് ദൈവത്തിന്റെ മർമ്മമെന്ന് പറയും. അതിനകത്ത് ഒരു വാക്യം കൂടി എഴുതിയിരിക്കുന്നു, വീണ്ടും എന്നൊരു വാക്ക് അതിനകത്തുണ്ട്. അതിന്റെ അർത്ഥം എന്താ? പണ്ട് എല്ലാം നല്ല ഇരുന്നൊരു കാലമുണ്ട്, കയ്യിൽ ചെതറിപ്പോയതാണ്. അപ്പൊ വീണ്ടും കർത്താവിൽ ഒന്നിച്ച് ചേർക്കുന്നതാണ് ഇപ്പോഴത്തെ പരിപാടി. യേശുവിന്റെ കയ്യിൽ എല്ലാം ഇരുന്നൊരു കാലമുണ്ട്, എന്നാൽ തന്റെ കയ്യിൽ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കാനൊക്കെയില്ല. അത് കൈവിട്ടു പോകുന്ന സമയം വരും. കൈവിട്ടു പോയത് തിരികെ വന്നുമ്പോഴേ സ്വസ്ഥത ലഭിക്കുള്ളൂ. മാതാപിതാക്കളുടെ അനുഭവമല്ലേ, മാതാപിതാക്കളുടെ ഈ പിള്ളേരിരുന്ന കാലമുണ്ട്. അല്ല, അപ്പൊ മാതാപിതാക്കളുടെ ഉള്ളിൽ കുഞ്ഞുങ്ങളിരുന്ന സമയത്ത് പൂർണ്ണമായി മാതാവിന്റെ നിയന്ത്രണത്തിലാണ്. അങ്ങനെ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന കാലമുണ്ട്. അവരെ പൂർണ്ണമായി അവരുടെ ഇഷ്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റി. നടപ്പ് തുടങ്ങിക്കഴിയുന്ന വിഷയമായി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിള്ളേരുടെ ഇഷ്ടം എതിരെല്ലാം അവർ ഓടി പോകുന്നു. ഇല്ലേ? എന്തെല്ലാം അവർ കാണിക്കുന്നു? അവിടെ എല്ലാം അപ്പന്റെയും അമ്മയുടെയും കുഞ്ഞുങ്ങളുടെ ഇഷ്ടങ്ങൾ തമ്മിൽ നിന്നും കോൺഫ്ലിക്റ്റാണ്, എന്നും സംഘട്ടനമാണ്. നമ്മളൊക്കെ ഇങ്ങനെ വളർന്നവരാ. നമ്മൾ യേശുവിന്റെ കയ്യിൽ ഇരുന്നൊരു കാലം, നമ്മളെ സ്വതന്ത്രമായി വിടുന്നൊരു കാലം. പക്ഷെ ആ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ കർത്താവിന് ഇഷ്ടം മതിയെന്ന് പറഞ്ഞ് തിരികെ വരുമ്പോഴേ ദൈവത്തിന്റെ പദ്ധതി പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്വന്തമായ ഇഷ്ടങ്ങളുടെ ഗതികൾ മനസ്സിലാക്കാൻ കുറെ നാളത്തേക്ക് ദൂർത്തപുത്രനെ വിട്ടതുപോലെ നമ്മളെ വിടാൻ ദൈവം നിർബന്ധിതനായിട്ട് എത്രയും വേഗം നമ്മുടെ മിഥ്യാബോധങ്ങളെല്ലാം തീർന്ന് നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ ആ സ്വാതന്ത്ര്യം മുഴുവനും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ അടിയറ വെക്കുമ്പോഴാണ് ദൈവത്തിന് അനുകൂലമായി പൂർണ്ണമായി പ്രവർത്തിക്കുന്ന പക്വതയും പാകതയും നമ്മൾ ആർജിക്കത്തുള്ളൂ. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? അത് എത്രയും നേരത്തെ ആർജിച്ചെടുക്കുന്നവരാണ് ഈ ഭൂമിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ആ അവസ്ഥയിൽ എത്തിച്ചേരാൻ നമ്മൾ ഒത്തിരി ത്യാഗം സഹിക്കേണ്ടി വരും. ഒത്തിരി അനുഭവങ്ങളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് യേശുവിനോട് ചേർന്നതിന് ശേഷമേ മറ്റുള്ളവരെ യേശുവിനോട് ചേർക്കാനൊക്കെ വരും. നമ്മൾ 100% യേശുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കിട്ടുന്നവരെല്ലാം യേശുവിനോട് കൊടുക്കാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം ഈ വിശുദ്ധന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ഈ യേശുവിനോട് ചേർക്കുമ്പോൾ? യേശുവിനോട് ചേർക്കേണ്ട മനുഷ്യന്റെ പ്രാണനാണ് ഇവിടുത്തെ വിഷയം. യേശുവിനോട് നമ്മുടെ ആത്മാക്കൾ ചേർന്ന് കഴിഞ്ഞു. കാരണം ലോകാരംഭത്തിന് മുമ്പേ തന്നെ, ഈ ലോകത്തിന് മുമ്പേ നമ്മളെ സൃഷ്ടിച്ച് തന്നെ നമ്മുടെ ആത്മാക്കൾ യേശുവിന്റെ ഉള്ളിലായിരുന്നു. ആ ആത്മാക്കളെ വഹിച്ചുകൊണ്ട് യേശു ലോകത്തിൽ ജീവിച്ചു മരിച്ചു ഏത് സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ ആത്മാക്കൾ ഇരുത്തി കഴിഞ്ഞു. അപ്പൊ 3-1 തന്നോട് ചേർന്ന് കഴിഞ്ഞതിലൂടെ ആശ്വാസം കർത്താവുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. 3 മക്കളുള്ള വീട്ടിൽ ഒരു കൊച്ചു മാത്രം കൂടെയുണ്ട്. 2 ദൂരെ കിടക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ സ്വസ്ഥതയുണ്ടോ? 3 ഒന്നേലും 3 കണ്ടെങ്കിലേ സ്വസ്ഥ വരുത്തുള്ളൂ. നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തില് ആത്മാവിനെ കിട്ടി, പിന്നെ ശരീരത്തെ ഇപ്പോൾ കിട്ടുകയില്ല. ശരീരം തേജസ്കരിക്കപ്പെടെങ്കിൽ എന്നാലേ കൂടെ ഇരിക്കാൻ പൂർവ്വം. ഇപ്പൊ കർത്താവ് ഇങ്ങോട്ട് വരികയോ നമ്മൾ അങ്ങോട്ട് ചെന്നാൽ ഒരു ഗുണവുമില്ല. എന്താ കാര്യം? കർത്താവിന്റെ ശരീരം തേജസ്കരിക്കപ്പെട്ടതാണ്, ഉയർത്തെഴുന്നേറ്റതാണ്. അപ്പൊ ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട യേശുവിന്റെ ശരീരത്തോട് നമ്മുടെ തേജസ്സിന് ചേരാനൊക്കെ ഇരാൻ അങ്ങനെ ഒരു പൊരുത്തക്കേടുണ്ട്. അപ്പൊ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മുടെ ശരീരം ഉയർത്തെഴുന്നേറ്റോ രൂപാന്തരപ്പെട്ടോ തേജസ്കരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് യേശുവിന്റെ ശരീരത്തോട് ചേരാനൊക്കെ ഉള്ളൂ. അപ്പൊ അതും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ യേശുവിനോട് ചേരാൻ കൊള്ളുകയില്ലാത്തതും ഒക്കുകയില്ലാത്തതുമായ ഒരു വശമാണ് നമ്മുടെ ശരീരം. അങ്ങനെയാണെന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗത്തിൽ പോയിരുന്നേ നന്ദി പറഞ്ഞിട്ടുണ്ടോ? അത് വലിയ ഉപകാരം കർത്താവ് ചെയ്തത്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, എന്നോട് ചേരേണ്ടതാണ് നിങ്ങളൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങ് മാറിയേക്കാം, ഞാൻ നിങ്ങളെ പോയിരുന്നോളാം. നിങ്ങളും കൂടെ അത്രയായി കഴിഞ്ഞിട്ട് ഞാൻ ഇനി വരികയുള്ളൂ. അതിന് അവസരം തന്നിരിക്കുകയാണ്. അത് വലിയൊരു പരിജ്ഞാനമാണ്. നമുക്ക് പലപ്പോഴും ആ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ചേരാൻ നോക്കാത്തണം ചേർക്കാൻ ശ്രമിച്ചാൽ വലിയ വിഷമവും വലിയ വേദനയൊക്കെയാണ് പൊരുത്തക്കേട്. അതുകൊണ്ട് ചേരുന്നതേ ചേർക്കാവൂ, ചേരേണ്ട സമയത്തെ ചേരാവൂ, ചേർക്കേണ്ടതേ ചേർക്കാവൂ എന്നുള്ളത് കാര്യമുണ്ട്. യേശുവിന്റെ ആ ദീർഘക്ഷമയും പരിജ്ഞാനവും നോക്കുക. ആത്മാവിനെ തന്നോട് ചേർത്ത് സ്വർഗ്ഗത്തിൽ വെച്ചിരിക്കുന്നു.
ശരീരയുഗം ഇപ്പൊ ജയില് ചെയ്യലാന്നറിയാം, അതുകൊണ്ട് അതിനെ ഭൂമിയിലിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തെ ഭൂമിയിൽ ഇങ്ങനെ ചുക്കും തുണിയായിരിക്കും മറ്റേ തുണിയായിരിക്കും ഒക്കെ ഇരിക്കുന്നത് എന്തിനാ? അതിന് തേജസ്കരണത്തിന് വേണ്ടിയാണ് എന്നാ പറയുന്നത്. അപ്പൊ കർത്താവ് ഇതൊക്കെ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിന് മറുപടി ചെയ്താൽ ഞാൻ ഇതിലേക്ക് പോകുന്നതാണ്. ഇതൊക്കെ നല്ലതാണ്. പിശാചിന്റെ അവകാശം തീരാൻ, ഇത് ഈ അശുദ്ധികളൊക്കെ മാറാൻ, അശുദ്ധാത്മാക്കളെ അവകാശം തീരാൻ ഞാൻ പോയ വഴിയെ ഞാനും രോഗം ശീലിച്ചവനായിരുന്നു. ഒരു പാവം ചെയ്യാത്ത യേശു രോഗം ശീലിച്ച എല്ലാ അസുഖവും തനിക്കുണ്ടായിരുന്നു. എല്ലാ അസുഖവും കൊണ്ടാണ് ഈ ലോകത്തിൽ രോഗിയൊക്കെയാണ്. അങ്ങനെ സകല അസുഖം വരുന്ന അതല്ലേ. അതുകൊണ്ട് ഈ രോഗികളായിട്ട് ഇന്ന് എത്രയോ പേര് എവിടെയെല്ലാം കിടക്കുന്നു. ഇനി ഈ ക്ലാസ്സിൽ താമസിക്കാൻ ആഗ്രഹിച്ച വരുന്ന രോഗികളായിട്ട് കിടക്കുക. വീട്ടിൽ കിടപ്പുണ്ട് 8-10 ദിവസമായിട്ട് വരാത്തവരുണ്ട്. എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്ന വരുന്ന രോഗികളായിട്ട് വീട്ടിൽ കിടക്കുക. പക്ഷെ അവരങ്ങനെ മുതലെടുക്കും. ഇത്രയും നാളിവിടെ വന്നതിന്റെ ഗുണം രോഗികളായി കിടന്നപ്പോഴാണ് പണ്ട് പഠിച്ച വേദഭാഗങ്ങളെല്ലാം പ്രയോഗിക്കാൻ സമയം കിട്ടിയത്. അപ്പൊ അങ്ങനെ പണ്ട് പഠിച്ചതെല്ലാം ധ്യാനിക്കാനും അയവറക്കാനും പ്രാർത്ഥിക്കാനും പ്രയോജനപ്പെടുത്താനും ഈ രോഗം കിടക്കാം അവർക്ക് പ്രയോജനപ്പെട്ടു. മേരി വാസ്തവത്ത 38 കൊല്ലം രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ദൈവമനുഷ്യന്റെ സ്നേഹഗീതാന്റെ പുസ്തകം ഉണ്ടായത്. എഴുതാനിടയായി. നിങ്ങൾക്ക് ഈ രോഗക്കിടക്ക് വല്ല പുസ്തകം എഴുതാൻ എടുത്തിട്ടുണ്ടോ? വല്ല പാട്ട് എഴുതാനെടുത്തിട്ടുണ്ടോ? ഞരങ്ങി മൂളി കിടക്കതല്ലാതെ വല്ല പാട്ട് ബന്ധപ്പെട്ടു അത് നോക്കാനില്ലേ എന്ന് പറഞ്ഞ് ഞരങ്ങി മൂളി കിടക്കുക അല്ലേ? പക്ഷേ മേരി വാസ്തവത്തായിക്ക് തന്റെ രോഗം കിടക്ക ആത്മാവിൽ സന്തോഷിക്കുവാനും ദൈവത്തിന്റെ വചനം അയവിറക്കുവാനും ഈ വേദോത്സവത്തിൽ എഴുതാനൊക്കാതെ മാറിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി ആയിരക്കണക്കിന് പേജുള്ള പുസ്തകങ്ങൾ ഇന്ന് സംഭാവന ചെയ്യാൻ ആ വേദനയെ പ്രയോജനപ്പെടുത്തി. ഒരു പരാതിയില്ലായിരുന്നു. ഈ മേരി വാർത്തവർത്തായെ ഭർത്താവ് അടിച്ച് താഴെ വീഴിച്ചിട്ടുണ്ട്. ഇവിടെ അയാളത്തച്ഛന് പോയി എന്താ നന്ദി പറയുന്നത്. അപ്പൊ ഭർത്താവിന്റെ അടിയും ഭർത്താവിന്റെ നിന്നയും ദുഷിയും എല്ലാം ഏറ്റ ഒരാളായിരുന്നു മേരി വാർത്തവർത്ത. അത് കഴിഞ്ഞാൽ രോഗിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആത്യന്തികമായി കർത്താവിനോട് ചേരാൻ ഉപകരിച്ചു എന്നാണ് പറഞ്ഞത്. നമുക്കുണ്ടാകുന്ന എല്ലാ നിന്നകളും ദുഷികളും പഴികളും എല്ലാം ഇപ്പൊ യേശുവിനോട് ചേരാൻ കൊള്ളുകയില്ലാത്ത ശരീരത്തെ ഒന്ന് തേജസ്കരിക്കാൻ, ഒന്ന് ശുദ്ധീകരിക്കാൻ കൊള്ളുമെങ്കിൽ സ്വതത്തോടെ സ്വീകരിച്ചുകൂടെ എന്നതാണ്. ആ ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ യേശുവിനോട് ഇപ്പൊ ചേരാവുന്നത് ചേർന്ന് കഴിഞ്ഞു. ശരീരത്തിന് ഇപ്പൊ ചേരാൻ ഒക്കുകയില്ല. അത് ഇപ്പൊ ചേരാൻ ഒക്കാത്ത ശരീരത്തിന് ഇപ്പം ചെയ്യാവുന്ന പണി തന്നെ. ചേരാൻ സാധ്യമല്ലാത്ത ശരീരത്തെ ചേർക്കുന്നതിന് അർത്ഥമായി നിൽക്കുന്ന അശുദ്ധി മാറ്റാനെങ്കിലും ആ സമയം പ്രയോജനപ്പെടുന്നത് വളരെ പ്രത്യാശ നൽകുന്ന കാര്യമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇപ്പൊ ചേരാവുന്ന മറ്റൊരു മണ്ഡലം നമ്മുടെ പ്രാണക്കുട്ടികളാണ്. നമ്മുടെ ഓരോ ദിവസത്തെ പ്രാണനെ തേജസ്കരിച്ച് കുരിശിന്റെ മാർഗത്തിൽ വിട്ട് യേശുവിന്റെ അടുത്തെത്തിക്കാൻ. അങ്ങനെ പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ദൈവഹിതപ്രകാരം കഷ്ടം സഹിച്ച് കുരിശെടുത്ത് വേല തികച്ച് അങ്ങനെ നമ്മുടെ ഓരോ ദിവസത്തെ പ്രാണനെ സ്വർഗ്ഗത്തിലെ അപ്പച്ചനെ കൊണ്ട് കൊടുക്കാമെങ്കിൽ അപ്പച്ചനത് മോന്റെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് യേശുവിനോട് ചെയ്യും. വലിയതാ. അങ്ങനെ നമ്മുടെ പ്രാണൻ 100% യേശുവിന്റെ കയ്യിൽ കൊണ്ട് പിതാവിന്റെ കാര്യങ്ങളിൽ എത്തിക്കാൻ പരിശുദ്ധാത്മാവും വേണം. അപ്പൊ പരിശുദ്ധാത്മാവാകുന്ന കാര്യത്തിനാണ് നമ്മളെ ദൈവപ്രകാരം വഴി നടത്തിയിട്ട് ഒരു ദിവസത്തെ വേല കഴിഞ്ഞിട്ട് അന്നത്തെ പ്രാണനെ അപ്പന്റെ കൊണ്ട് കൊടുത്ത് അപ്പനത് പുത്രന്റെ കൊടുത്തിട്ട് പുത്രനോട് ചേരുന്നു. അങ്ങനെ ചേരുന്ന പ്രാണൻ യേശുവിൽ വളരും, വിശ്രമിക്കും. ആ പ്രാണന്റെ കഥയാണ് നമ്മുടെ സ്വയപരിശോധനാ സഹായിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വയപരിശോധനാ സഹായി ആരുടെ കഥയാണ്? പ്രാണക്കുട്ടിയുടെ കഥയാണ്. പ്രാണപ്രിയന്റെ പ്രാണക്കുട്ടികളുടെ കഥയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ശരീരത്തിന്റെ കാര്യമില്ല. അതുകൊണ്ട് ഇവിടുത്തെ ധ്യാന സന്ദേശങ്ങൾക്കെല്ലാം കൊടുക്കാവുന്ന ഒരു പൊതുവായ ഹെഡിങ്ങാണ് പ്രാണപ്രിയന്റെ പ്രാണക്കുട്ടികൾ. എന്താ? പ്രാണപ്രിയന്റെ പ്രാണക്കുട്ടിയുടെ കഥയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ശ്രദ്ധവല്ലോണ്ടോ? അപ്പൊ യേശുവിന്റെ ഇപ്പോഴത്തെ ദാഹം ആർക്ക് വേണ്ടിയാണ്? പ്രാണക്കുട്ടികൾക്ക് വേണ്ടി. നമ്മുടെ എല്ലാവരുടെയും ഓരോ ദിവസത്തെ പ്രാണൻ ഈ ശരീരമാകുന്ന തള്ളയിൽ നിന്ന് ഞാൻ വേർപെട്ടുകൊണ്ടിരിക്കുന്നു. ആ പ്രാണക്കുട്ടികൾ പിതാവിന്റെ മാറിലെത്തി പിതാവിന്റെ കരങ്ങളിലൂടെ പുത്രൻ കയ്യിലെത്തുമ്പോൾ യേശുവിനോട് ചേരും. അങ്ങനെ 100% നമ്മുടെ പ്രാണൻ യേശുവിനോട് ചേർന്ന് കഴിഞ്ഞാൽ 3-ൽ കണ്ടങ്ങിരിക്കേണ്ട ഒരു ആശ്വാസം. 3-ൽ കണ്ടും കൂടി ചേർന്നു എന്ന്. ഇനി 3-ൽ അങ്ങേരാൻ വളരെ എളുപ്പമാണ്. അതായത് ഇടയ്ക്കുള്ള ഈ പ്രാണൻ മുഴുവൻ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ, അത് പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ, അതിന്റെ തേജസ്കരണം പൂർത്തിയായി കഴിഞ്ഞാൽ
ഈ ശരീരം കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ എടുത്തുകൊണ്ടങ്ങ് പൊക്കോളും. പിന്നെ അപ്പൊ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. അത് നമ്മുടെ യേശു വരുന്നതിന് മുമ്പ് ശരീരം മരിച്ചു പോയാൽ പേടിക്കണ്ട. എവിടെ കൊണ്ട് അടക്കിയാൽ എവിടെ കൊണ്ട് ഇട്ടാലും അവിടുത്തെ ഇത് നെരിഞ്ഞുപോലും. യേശു വരുന്നതിന് വരുമ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുതുകളിൽ രൂപാന്തരപ്പെട്ട് മുകളിലോട്ട് കുതിച്ചങ്ങ് പായും. അപ്പോൾ ശരീരത്തെക്കുറിച്ചോ അതിന്റെ വേദനയെക്കുറിച്ചോ നിങ്ങളിപ്പോ വ്യാകുലപ്പെടണ്ട, ഭാരപ്പെടണ്ട. അത് നല്ലതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യമാണ് 2 കൊരിന്ത്യർ 4-5 അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4 അധ്യായത്തിൽ ശൗൽ പൗലോസ് അയച്ചതിന് ശേഷം തനിക്കുണ്ടായ കഷ്ടങ്ങളുടെ എല്ലാം വലിയ പട്ടിക തന്നെ എഴുതിയിട്ട് അത് വലിയ പ്രത്യാശയോടെയാണ് പൗലോസ് അത് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 16 മുതൽ അവസാനം വരെ എഴുതിയിരിക്കുന്നത്? ആർക്കിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാവോ? 2 കൊരിന്ത്യർ 4 അധ്യായത്തിന്റെ 16 തൊട്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും നമ്മുടെ പ്രാണനെ യേശുവിനോട് ചേർക്കാൻ കൊള്ളാം. അതുകൊണ്ടാണ് ദൈവം അത് അനുവദിക്കുന്നു. അങ്ങനെ പ്രാണൻ മുഴുവനും പ്രാണപ്രിയന്റെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് പരിപാടി. പിന്നെ നമ്മൾ മരിച്ചാലും പേടിക്കണ്ട, എവിടെ പോയാലും പേടിക്കണ്ട. കർത്താവ് നമ്മളെ പൊക്കിയെടുത്തു നോക്കൂ. എന്താ വാക്യം എങ്ങനെയാ? അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, അകമയുള്ളവൻ 40 നാൾ ഒതുക്കം പ്രാപിക്കുന്നു. എന്നിട്ട് അത് നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യധനം ആ നിത്യധനം കിട്ടുവാൻ ഹേതുവാകുന്നു. അതുകൊണ്ട് അടുത്ത വാക്യം, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ നാം നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതാണ് വിശ്വാസം. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ ആ വിശ്വാസം കൊണ്ട് മാത്രമേ നാളോറുമുള്ള സംഭവങ്ങളെ സന്തോഷത്തോടെ സഹിച്ച് പ്രാണക്കുട്ടിയെ പ്രാണപ്രിയന്റെ കൈക്കൊണ്ട് കൊടുക്കുക. അവിടെ ആയിരിക്കട്ടെ നമ്മുടെ ശ്രദ്ധ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഏത് പ്രശ്നമായിട്ടൂടെ വന്നാലും സ്വയപരിശോധനാ സഹായി തരിക, നിങ്ങൾ വായിച്ചു നോക്കാൻ പറയുക. അതുകൊണ്ട് ഈ 1-2 കാര്യങ്ങൾ 100 ആകണമെങ്കിൽ അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ബാക്കിയുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇപ്പോൾ അത് 14 തൊട്ടാണ് ശ്രദ്ധിക്കുന്നത്. 1-2 കാര്യങ്ങൾ 100 ആകണമെങ്കിൽ 14 തൊട്ട് 12 തൊട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതാ? 11, 12 തൊട്ടുള്ള കാര്യം വചനപഠനത്തിന് ശേഷം പൂർവ്വകാല ശാപം. കുടുംബത്തിൽ എത്ര ശതമാനം പ്രാണക്കുട്ടികൾ ചത്തുകിടക്കുന്നു? ലാസറിന്റെ കല്ലറയ്ക്ക് പോയി യേശു കരഞ്ഞില്ലേ? ലാസറിന് എന്ന് പറഞ്ഞ പോലെ യേശു കരയുന്നത് മരിച്ചുപോയ പ്രാണക്കുട്ടികളെ കണ്ടിട്ടാണ്. അപ്പൊ നമ്മുടെയും നമ്മുടെ കുടുംബക്കാരുടെയും ജീവിതത്തിൽ സ്വയത്തിൽ ആശ്രയിച്ച് മൃത്യുവിനാൽ ജയിക്കപ്പെടുന്ന പ്രാണനെ നോക്കി യേശു കരയുന്നു. അങ്ങനെ യേശു കരയുന്ന ആ കരത്തിൽ തീർക്കാൻ മാർത്തയെ പോലെ മറിയെ പോലെ നമ്മൾ യേശുവിനെ കൂട്ടിക്കൊണ്ട് അവിടെ പോയി നിൽക്കണം. അപ്പോൾ സ്വയപരിശോധന സഹായി 14-ൽ 69% പ്രാണക്കുട്ടികളും നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ചു കിടക്കുകയാണെന്ന് എഴുതി തന്നാൽ നിങ്ങൾക്ക് വല്ലതും കരച്ചിലുണ്ടോ? എല്ലാവരും നട്ടനെ നടക്കുക ഇരിക്കുക. എന്താ നിങ്ങളുടെ ബുദ്ധിനകത്ത് എഴുതി നോക്കിയിട്ടുണ്ട്. ശരാശരി 49, 69, 79 ഒക്കെ ശതമാനം നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആദാമിന്റെ കാലം തൊട്ടുള്ള വല്യപ്പച്ചന്മാരും വല്യമ്മച്ചന്മാരുടെയും പ്രാണക്കുട്ടികൾ ചത്തി ചീനി കിടക്കുക. കർത്താവ് കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പൊ നമ്മുടെ ചുമതല നമ്മുടെ ശരീരമാകുന്ന വാർത്തയും നമ്മുടെ ആത്മാവാകുന്ന ആത്മാവും കൂടി മരിച്ചുപോയ രാസകുട്ടികളെ കുറിച്ച് കരയാൻ കൊണ്ടുപോകണം. യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകണം. അപ്പൊ നമ്മുടെ പാപത്തിൽ മരിച്ച നമ്മുടെ ദേഹി, പാപത്തിൽ മരിച്ചു കിടക്കുന്ന നമ്മുടെ പൂർവികരുടെ ദേഹി, അത് എത്ര ശതമാനമുണ്ടെന്ന് 14 നമ്പറിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുമതല മാർത്തയും മറിയയും പോലെ അവർ കരഞ്ഞ് യേശുവിനെ കൂട്ടിക്കൊണ്ട് ലാസറിന്റെ കല്ലറയിലേക്ക് പോയതുപോലെ നമ്മുടെ ലാസറുകുട്ടികളെ നോക്കി നമ്മുടെയും നമ്മുടെ പൂർവികരുടെയും ലാസറുകുട്ടികളെ ഉയർപ്പിച്ച് ആ പ്രാണക്കുട്ടികളെ പിതാവിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് പിതാവ് യേശുവിന്റെ മാറിൽ കൊടുത്തു കഴിയുമ്പോൾ അത്രയും യേശുവിനോട് ചേർന്നു അത്രയും ആശ്വാസമായി. അപ്പൊ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ മറ്റേതോ കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വരക്കം പായുക. സ്വയത്തിൽ ആശ്രയിച്ച് വരക്കം പായുമ്പോൾ നമ്മുടെ പ്രാണങ്ങൾ പാപത്തിലേക്ക് പോകുന്നു. ഇത് സങ്കടം കൂടുവോ? ഇത് പൂർവികരുടെ മരിച്ചവിടെ കിടക്കുന്നു, നമ്മുടെ ഇതിലേ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ എന്തുമാത്രം ദുഃഖം കാണും. അപ്പൊ നമ്മുടെ പ്രാണൻ പാതാളത്തിലേക്ക് പോകുന്ന പരിപാടി ആദ്യം നിർത്തുക. സ്വയത്തിൽ ആശ്രയിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. 49 സങ്കീർത്തനപ്രകാരം മൃത്യു മേയിക്കുന്ന പ്രാണനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്.
അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഒന്നും രണ്ടും കാര്യം കൂടിക്കൊണ്ടേയിരിക്കും. അത് 100 ഇരിക്കാം എന്ന് വെട്ടപ്പാടിൽ 100 കഴിഞ്ഞാൽ 7 മാസം പ്രായമായ ഒരു കുഞ്ഞിന്റെ പരുവത്തിൽ ആയിത്തീരും. ഏതാ ഒന്നും രണ്ടും കാര്യങ്ങൾ നമ്മുടെ ദേഹീയ മണ്ഡലം നമ്മുടെ ജീവിതത്തിലേതാണ് ആദ്യം എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ദേഹീയ മണ്ഡലം 100% യേശുവിൻ്റെയിലായാൽ അത് 7 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ പോലെ കൈയും കാലുമൊക്കെ ആയിട്ട് ഈ ഭൂമിയിലേക്ക് വരാൻ അല്ലെങ്കിൽ ആത്മലോകത്തിലേക്ക് പിറക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ കർത്താവിന്റെ സ്വന്തം പിന്നെ പുറകോട്ട് പോവുക. ഏതായാലും അത്രയായല്ലോ. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഒരാൾ വിശ്വസിച്ചാൽ ആ കുടുംബത്തെ കൂടെ രക്ഷിക്കണമെന്നുള്ള പ്രമാണപ്രകാരം പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് സ്വയംപ്രചോദന സഹായി 100 ശ്രദ്ധയെ 14 കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കുടുംബക്കാരുടെ ഭാരം വഹിക്കാൻ സാധിക്കൂ. അപ്പൊ നമ്മള് 1-2 കാര്യങ്ങൾ 100 കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ശ്രദ്ധയെ കർത്താവ് പൂർവികരിലേക്ക് കൊണ്ടുപോയി അവരുടെ നഷ്ടപ്പെട്ട പ്രാണനെ കുറിച്ച് കൊണ്ടുവരാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ മാർത്തയുടെയും മറിയയുടെയും കുടുംബത്തിൽ ലാസറേ മരിച്ചുള്ളൂ. മറിയയും മാർത്തയും ജീവിച്ചിരുന്നതിന്റെ ഗുണം അവര് യേശുവിനെ വിളിച്ചുകൊണ്ട് വന്നു. അവര് യേശുവിനെ കൂട്ടിക്കൊണ്ട് ഈ മരിച്ചത്. അതാണ് നമ്മുടെ ഇന്നത്തെ നേട്ടം. നമ്മുടെ ഈ ഭൂമിയിലെ ശരീരവും യേശുവിന്റെ ഉള്ളിലെ ആത്മാവും കൂടെ കൂടി ലാസറിന്റെ കല്ലറയ്ക്കിലേക്ക് പോയതുപോലെ നമ്മളും നമ്മുടെ പൂർവികരും എവിടെയെല്ലാം പാപം ചെയ്ത് മരിച്ച് ചീഞ്ഞ നാളെ കിടക്കുന്നു. അവിടെ എല്ലാം കൊണ്ടുപോയി കരയിക്കണം. ആ കരച്ചിൽ കഴിയുമ്പോഴാണ് ലാസറുമാര് ഉയർത്തെഴുന്നേറ്റ് പുറത്ത് വെളിയിലേക്ക് വരുന്നത്. ആ ഓരോ ദിവസത്തെയും പ്രാണൻകുട്ടിയുടെയും ബന്ധനം അടിക്കുവാൻ പുരോഹിതന് ആവശ്യമാണ്, ശിഷ്യന്മാരാവശ്യമാണ്. അവിടെയാണ് ആ കാര്യം വരുന്നത്. അപ്പൊ യേശുവാണ് ലാസറിനെ ഉയർപ്പിച്ചത്. കെട്ടഴിച്ചതാരാ? ശിഷ്യന്മാരാ. അവന്റെ കെട്ടഴിപ്പിന് അവൻ പോകട്ടെ എന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്കുള്ള പാപങ്ങളെക്കുറിച്ച് ബോധം വന്നാൽ പാപമരണത്തിൽ നിന്ന് ഉയർപ്പ് കിട്ടിയാലും ബന്ധനം അവിടെ കിടക്കും. അതുകൊണ്ടാണ് സ്വയംപ്രചോദന സഹായിയിൽ ബന്ധന വിത്രാന്ന് എഴുതി തരുന്നത്. അപ്പൊ നമുക്ക് 100 ആയാലും ബന്ധനങ്ങൾ വരാം. ബന്ധനം കർത്താവ് അടിക്കുന്നത് നേരിട്ടല്ല, ശിഷ്യന്മാരെ കൊണ്ടേ അഴിപ്പിക്കുകയുള്ളൂ. ശിഷ്യന്മാർക്കും ജീവിക്കണ്ടേ, അവർക്ക് പണിയുണ്ട്. ബന്ധനം അഴിയട്ടെ എന്ന് പറഞ്ഞാൽ വഴിയും. പക്ഷെ അഴിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ പണിയുണ്ടോ? കർത്താവ് അങ്ങനെ പണി മുടക്കുകയില്ല, പണിയില്ലാതാക്കുകയില്ല. അപ്പൊ ശിഷ്യന്മാർക്ക് അറിയാവുന്നവനെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഉയർപ്പിക്കാൻ യേശുവിനെ കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ യേശു പറഞ്ഞു അവന്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ലാസറിന്റെ കെട്ടഴിച്ചത് ശിഷ്യന്മാരെല്ലാവരും കൂടെയാണ്. ആ ശിഷ്യന്മാരുടെ പണിയാണ് ഇപ്പോൾ പുരോഹിതന്മാരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മരിച്ചുപോയ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും മരിച്ചുപോയ വശങ്ങളെ കുറിച്ച് കർത്താവ് റിപ്പോർട്ട് ചെയ്താൽ കർത്താവ് അവിടെ പോയി ആ കുറേശ്ശെയായി ആ പ്രാണനെ ഉയർപ്പിച്ച് വിളിയിൽ കൊണ്ടുവരും. പക്ഷെ കെട്ടവിടെ ഇരിക്കും. ഇനി ആരോട് കെട്ടഴിപ്പിക്കും എന്ന് പറയുന്ന അവർക്കായിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വികാരിയച്ഛന് അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. നിങ്ങളുടെ വികാരിയച്ഛൻ്റെ അടുത്ത് നിന്ന് കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ കുമ്പസാരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ദൈവം കുറ്റം ക്ഷമിച്ചു തരുമെന്ന് 32-ാം സങ്കീർത്തനത്തിലുണ്ട്. ഞാൻ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ മതി, അപ്പോഴേ കുറ്റം ക്ഷമിച്ചു തരുമെന്ന് 32-ാം സങ്കീർത്തനത്തിലുണ്ട്. പക്ഷേ കെട്ടഴിയല്ല. പാപം ക്ഷമിച്ചു മരിച്ചുപോയ പ്രാണൻ ഉയർത്തുകയും ചെയ്യും. പക്ഷെ കെട്ട അവിടെ ഇരിക്കും. കെട്ടടിക്കുന്ന ആ കാര്യം വേറെ ആളെ ഏൽപ്പിച്ചിരിക്കുക. അതിനാണ് പുരോഹിതന്റെ അടുത്ത് കുമ്പസാരിക്കുന്നത് പറഞ്ഞ അർത്ഥം. അവന്റെ കെട്ടെടുപ്പി അവൻ പോകട്ടെ എന്ന് പറഞ്ഞ കൽപ്പന അനുസരിച്ച് നമ്മുടെ കെട്ടടിക്കുന്നത് പുരോഹിതൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതാണ് സ്വയ പ്രാർത്ഥന. അപ്പൊ അത് രണ്ടാം ശുശ്രൂഷ. ഒന്നാം ശുശ്രൂഷ ഉയർപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാം ശുശ്രൂഷയാണ് കെട്ടടിക്കുക എന്നുള്ളത്. അവിടെ എല്ലാ പാപത്തിന്റെയും പ്രത്യാഘാതമായ പല കാര്യങ്ങളുണ്ട്. പാപം നമുക്ക് മരണം ഉണ്ടാക്കുന്നു, നമുക്ക് അശുദ്ധി ഉണ്ടാക്കുന്നു, നമ്മളെ കറപിടിപ്പിക്കുന്നു, ബന്ധനം ഉണ്ടാക്കുന്നു, ഒത്തിരി കാര്യമുണ്ട്. അതിലൊരു കാര്യം മാത്രമാണ് യേശു നേരിട്ട് ചെയ്യുന്നത്. ഏതാ? ഉയർപ്പിക്കുന്ന പരിപാടി മാത്രം. ബാക്കി പരിപാടിയൊക്കെ മറ്റുള്ളവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അപ്പൊ ആ കാര്യം ചെയ്യാൻ അവരുമായിട്ട് സഹകരിക്കണം. യേശു കുഷ്ഠരോഗിയെ സുഖമാക്കി. പിന്നെ സുഖമാക്കിയെങ്കിലും ബാക്കി പണി കർത്താവ് ചെയ്തില്ല. ബാക്കി പണി പള്ളിയിലോട്ട് വിട്ടു. നീ പോയി പുരോഹിതന് ദിനത്തിന് കാണിച്ചോളൂ. അപ്പൊ പുരോഹിതനൊരു പണിയുണ്ട്. നീ ശുദ്ധമായ കാര്യം പുരോഹിതനെ കാണിക്കേ. നീ സൗഖ്യമായ കാര്യം പരസ്യമായി പറയേണ്ടത് പുരോഹിതനാണ്. ആ പുരോഹിതനാണ് നിന്നെ കുഷ്ഠരോഗിയാന്ന് പറഞ്ഞ് പുറത്താക്കിയത്. കുഷ്ഠരോഗിയാന്ന് പറഞ്ഞ് പുറത്താക്കിയാൽ തന്നെയാണ് അകത്തോട്ട് കയറ്റൻ. ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. അത് പുരോഹിതന്റെ വ്യക്തിമാഹാത്മ്യമല്ല, ദൈവം സഭയുടെ ലോകത്തിന് നിലനിൽപ്പിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അത് ഈ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള അംഗീകരിക്കുമ്പോഴാണ് ആ കാര്യം നടക്കുന്നത്. അങ്ങനെ കുഷ്ഠരോഗം സൗഖ്യമായ രോഗിയും കുഷ്ഠരോഗ സൗഖ്യമായ ആ വിശ്വാസിയും അതോടൊപ്പം മരണത്തിന് ഉയർത്തെഴുന്നേറ്റ് ലാസറും ഒരുപോലെ
കർത്താവിന്റെ ശിഷ്യന്മാരുടെ ശുശ്രൂഷയും കൂടെ പ്രയോജനപ്പെടുത്തിയപ്പോഴാണ് അവര് പൂർണ്ണതയിലെത്തിയത്. ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെ നമ്മൾ തലയായ ദിവസത്തോളം വളർത്തുവാൻ നമുക്ക് കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ പണി, പ്രവാചകരുടെ പണി, സുവിശേഷകരുടെ പണി, ഉപദേശകന്മാരുടെ പണി, ഇവയെല്ലാം ഒന്നിച്ചു ചേരണമെന്ന് എഫേസ്യ ലേഖനം 4 അധ്യായത്തിൽ 11 ഭാഗത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ യഥാസ്ഥാനപ്പെടണമെങ്കിൽ, യേശുവിനോട് ചേരണമെങ്കിൽ, യേശുവിനോട് ചേർക്കണമെങ്കിൽ ആത്മാവ് ചേർന്നു കഴിഞ്ഞു, ശരീരം ഇപ്പൊ ചേരുകയില്ല. എന്നാൽ ഇപ്പൊ ചേരാൻ കൊള്ളാവുന്ന ഓരോ ദിവസത്തെ പ്രാണക്കുട്ടികളെ കൊണ്ട് കൊടുക്കുന്നതാണ് ഇപ്പൊ ചെയ്യാവുന്ന ഏറ്റവും വലിയ പണി. നമ്മുടെ കയ്യിൽ കിട്ടിയ പ്രാണക്കുട്ടികളെല്ലാം നമ്മൾ കൊണ്ട് കൊടുക്കും. എന്നിട്ടാണ് അച്ചായന്മാരുടെയും അമ്മച്ചിമാരുടെയും തപ്പി പുറകോട്ട് പോവുക. കാരണം ഒരാൾ വിശ്വസിച്ചാൽ ആ കുടുംബം മുഴുവനും രക്ഷപ്പെടണം. പക്ഷെ ഇത് ഒറ്റ ദിവസമല്ല, അനേക നാൾ കഴിഞ്ഞാലേ ഒക്കുള്ളൂ. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച് യേശുവിന്റെ സ്വന്തമായി കഴിഞ്ഞാൽ യേശു പറയും എനിക്ക് ഇതിന്റെ വീട്ടുകാരെക്കണം വേണമോ, ഇന്ന് വീട്ടുകാരെ കൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. കർത്താവ് പറയും പാപമായ ഇന്നടത്തേക്ക് പോകും. അവരെ അവിടെ പോയി നീ കരാം, നമുക്ക് ഒന്നിച്ച് കരയാം. അങ്ങനെ മാത്തയും മറിയും കരഞ്ഞപ്പോൾ യേശുവും കണ്ണുനീർ വാർത്തത്. യേശു കണ്ണുനീർ വാർത്തപ്പോഴാണ് ലാസർ പുറത്തു വന്നത്. ലാസർ പുറത്തു വന്നെങ്കിൽ ലാസറിന്റെ കെട്ടഴിച്ചത് ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാരുടെ പണി ഇന്നും തുടരുന്നു. അവിടെ കുമ്പസാരിക്കുന്ന ഒരു പാപിയുടെ തലയിൽ കൈവച്ച് ഒരു പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വചനം ഇതാണ്: നീ കുമ്പസാരിച്ചപ്പോൾ നിന്നെ മരിച്ച പ്രാണക്കുട്ടി നിന്നെ ലാസർ കുട്ടി ഉയർത്തിരിക്കുന്നു, ഇത് കെട്ടവിടെ ഇരിക്കുന്നു, എന്നോട് കെട്ടഴിക്കാൻ പറയുന്നു. നീ പാപിയാണെന്ന് സംബന്ധിച്ചുകൊണ്ട്, പാപം ഏറ്റു പറഞ്ഞുകൊണ്ട് നിന്നെ ലാസർ ഉയർത്തെന്നിരിക്കുന്നു, കെട്ടഴിക്കുന്നവർ ഞാൻ ചെയ്യുകയാണ്. അത് യേശു മഹാപുരോഹിതന്മാരെ ഏൽപ്പിച്ചു. മഹാപുരോഹിതന്മാർ പുരോഹിതനായി എന്നെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്നെ കെട്ടഴിച്ചിരിക്കുന്നു, നീ പോ എന്ന് പറഞ്ഞാണ് കുർബാന അനുഭവം. കുർബാനയും തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പൊ കുർബാന അനുഭവത്തിന് മുമ്പ് കുമ്പസാരം മാത്രമല്ല, ആ ഉയർപ്പിന്റെ ഇടപോ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ പ്രാണക്കുട്ടിയെ ഉയർത്തു, അതിന്റെ കെട്ടും കൂടി അഴിച്ചിട്ട് പന്തിയിലിരുന്ന് ആനന്ദിച്ചിട്ട് പോവുക. അങ്ങനെ കെട്ടഴിക്കപ്പെട്ട ലാസറാണ് പന്തിയിലിരുന്ന് ആനന്ദിച്ച് പോയത്. ഇത് ഈ അനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ തിരുവത്താഴ് ശുശ്രൂഷയിൽ നടക്കുന്നത്. അപ്പൊ കുർബാന എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ, തിരുവത്താഴ് ശുശ്രൂഷ എന്ന് പറയുന്നവരുണ്ട്. ഞാനിപ്പോ ഇത് പറയുന്നത് ഈ വെബ്സൈറ്റിൽ കൂടെ ഇത് കേൾക്കുന്നവരെല്ലാം ഓർത്തഡോക്സുകാരാണോന്നില്ല, ഓർത്തഡോക്സുകാരാണോന്നില്ല. ഇത് വചനം കേട്ട് കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനോട് ചേരേണ്ട നാനാജാതി മത്സര അനേകർ ഈ വചനം കേൾക്കാൻ പോവാ. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ തിരുവത്താഴൊന്നായിരിക്കും. എന്താ ഇങ്ങനെ പല ഭാഷകളിൽ ഇതിനെ മറ്റുള്ള അറിയുന്നുണ്ട്. അങ്ങനെ പല ഭാഷകളിൽ, പല സംസ്കാരങ്ങളിൽ, പല പാരമ്പര്യങ്ങളിൽ, പല രീതിയിൽ ഈ യേശുവിനോട് ചേരുന്നവരുണ്ട്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഭാഷ തന്നെ ആകണമെന്നില്ല. ഈ യേശുവിനോട് ചേരുന്ന അനേക മാർഗങ്ങളുണ്ട്. നമുക്ക് അറിയാവുന്ന ഭാഷയിൽ നമ്മൾ ചേരുക, നമ്മൾ ചേർക്കുക. ഇത് മാത്രമേ ശരിയെന്ന് പറയേണ്ട കാര്യമില്ല. കള്ളൻ ഏതിലും പള്ളിയിൽ ചേർന്നു, നിങ്ങളെ അഭിപ്രായം. ആദ്യം പതീസായി ചെറിയ കള്ളൻ എവിടെയും പോയി സാധനം കഴിച്ചോ, ഏതെങ്കിലും അച്ഛന്റെ കൈക്കീഴിൽ പോയോ, ഏതെങ്കിലും ഉപദേശിയുടെ അടുത്ത് പോയോ, ആരെങ്കിലും എവിടെയെങ്കിലും പോയോ, നേരത്തെ പോയി. അങ്ങനെ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെയാണ് ആരും പറയും. രക്ഷ ആരും നമ്മുടെ ആരുടെയും പോക്കറ്റിലല്ല, ആരുടെയും കുത്തറയുമല്ല. അത് യേശുവിന്റെ ദാനമാണ്. അത് ആർക്കെങ്കിലും കൊടുത്തൊന്നും കണ്ട് നമ്മൾ അതിന്റെ നേരെ പിറുപിറുക്കേണ്ട കാര്യമില്ല. അത് ഒത്തില്ലെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മൾ രക്ഷപ്പെട്ടു പോകണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വഴിയെ രക്ഷപ്പെട്ടു പോകണം, മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിക്കൊള്ളണം. എന്നാൽ ഇത് മാത്രമേ വഴിയെന്ന് പറയേണ്ട കാര്യമില്ല. യേശുവിന് ആരെയും രക്ഷപ്പെടുത്താൻ തനിക്ക് അധികാരമുണ്ട്. ഏതായാലും കള്ളന് അന്ന് ഈ കുരിശേന്ന് പോയി റോഡിൽ ചേരാനോ പോകും, ഏതെങ്കിലും നദിയിൽ പോയി മുങ്ങാനോ പോകും? ഇല്ലല്ലോ. ഒരു നദിയിൽ പോയി മുങ്ങാനോ, ഒരു പാസ്റ്ററെ കാണാനോ, ഒരു അച്ഛനെ കാണാനോ, ഒരു പുരോഹിതനെ കാണാനോ ഒന്നും ഇയാൾക്ക് താല്പര്യമില്ല. അവിടെ ഇല്ലേ? കാരണം കാല് കൈയൊക്കെ തറച്ചിട്ടിരിക്കുക. അവനുള്ള സൗകര്യത്തിലുള്ള ഇടത്തിൽ കർത്താവ് പണിയൊക്കെ ചെയ്തു. അപ്പൊ കള്ളന്റെ സ്നാനം കുരിശേക്കണമെന്ന് തന്നെയായിരുന്നു. അത് എങ്ങനെയുള്ള സ്നാനമായിരുന്നു? അത് നോഹയുടെ കാലത്തെ സ്നാനം പോലെയായിരുന്നു. നോഹയും പെട്ടവും വെള്ളത്തിൽ മുണ്ടിയതല്ലാതെ അവർ വെള്ളത്തിൽ മുങ്ങിയോ? പെട്ടകത്തിൽ സഞ്ചരിച്ച നോഹയുടെ കുടുംബം സ്നാനപ്പെട്ടിട്ടില്ല. എന്നാൽ വെള്ളത്തിൽ കൂടി അവിടെ പെട്ടകം പോകുന്നത്. അങ്ങനെ സ്നാനമുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നത്? 1 പത്രോസ് 3 അധ്യായത്തിൽ അങ്ങനെ ഒരു കാര്യം എഴുതിയിരിക്കുന്നു. അത് സ്നാനത്തിന് മുൻകുറി എന്ന് എഴുതിയിരിക്കണം. അപ്പൊ അങ്ങനെ വെള്ളം പെടാതെ സ്നാനം കിട്ടും. ഏതാ ആദ്യം പതീസായി പോയ കള്ളൻ ഒരു മാമൂസാത്തൊട്ടിയിലും മുങ്ങിയില്ല, ഒരു നദിയിലും മുങ്ങിയില്ല. പക്ഷെ അവൻ പതീസായിട്ട് ആദ്യം കയറുകയും ചെയ്തു. അതെന്നാ സ്നാനമാണ്? അത് നോഹയുടെ സ്നാനം, നോഹയുടെ കുടുംബത്തിന്റെ സ്നാനം. നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയതേ ഉള്ളൂ, പെട്ടെന്ന് വെള്ളത്തിൽ കൂടെ പോയതേ ഉള്ളൂ. അവരെ പ്രത്യേകം സ്നാനപ്പെട്ടിട്ടില്ല. പക്ഷെ അവരുടെ സ്നാനം ഈ പെട്ടകം പണിയും പെട്ടകത്തിലുള്ള കയറ്റവും വചനപ്രകാരമുള്ള പോക്കും അത് തന്നെ അവരുടെ സ്നാനത്തിന്റെ അനുഭവം നല്ല മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ എന്നുള്ള എഴുതിയിട്ടുണ്ട്.
അപ്പൊ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് ഇസ്ലാം. ആ അപേക്ഷയായിരുന്നു നോഹ 120 കൊല്ലം പ്രസംഗിച്ചതും പെട്ടകം പണിതതും യഹോവ ആ വാതിൽ തുറന്ന് അവരെ കയറ്റിയതും അവർ കയറി കഴിഞ്ഞു വാതിൽ അടച്ചതും ഒക്കെ ഇവർ നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷയായ ദൈവം അംഗീകരിച്ചു. അവർക്കത് മതിയായിരുന്നു. അപ്പൊ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി അവര് 9 മാസത്തിലധികം വെള്ളത്തിന്റെ മുകളിൽ ഒഴുകി നടന്നതല്ലാതെ വെള്ളം ഒരു തുള്ളി അവിടെ മേൽ വീണിട്ടില്ല. പക്ഷെ അവർക്ക് സ്നാനത്തിന്റെ അനുഭവം കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു സ്നാനമുണ്ട്. അതുകൊണ്ട് എല്ലാവരും മുങ്ങണമെന്നോ എല്ലാവരും മാമോസാത്തോട്ട് കയറണമെന്നോ എന്ന് ചതിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം തമ്പുരാൻ അങ്ങനെ അല്ലാതെ രക്ഷിക്കാൻ കഴിയും എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ സഭയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തളിപ്പ് സ്നാനവും മുങ്ങൽ സ്നാനവും ഒക്കെ ഉണ്ട്. അത് നമുക്ക് സൗകര്യമുള്ള രീതിയിൽ ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങളോട് കടന്നു പോയിക്കൊള്ളണം. അനുഭവം നല്ല മനസാക്ഷി വേണമെന്നാ. നല്ല മനസാക്ഷി ഉണ്ടാകാതെ എത്ര വിളിച്ചാലും എത്ര മുങ്ങിയാലും എവിടെയൊക്കെ പോയാലില്ല. യാക്കിയതാണ് നല്ല മനസാക്ഷി ലഭിക്കാൻ നോക്കാം. അത് വേറെണ്ണം വേറെ ടൈപ്പ് സ്നാനമാണ്. ഈ നോഹയുടെ ടൈപ്പ് സ്നാനം ചിലർക്ക് ദൈവം കൊടുക്കും. അത് ആർക്കാണോ ദൈവം തീരുമാനിക്കുന്നത്. അങ്ങനെ അനേകം ഇന്ന് ആ നോഹയുടെ ടൈപ്പ് സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നുകൊണ്ടിരിക്കുക. അത് ഈ മനുഷ്യന്റെ പ്രാണനെ അപകരിച്ച വലിയ ഭൂതാത്മാക്കളെ ചവിട്ടി വലിക്കുമ്പോൾ ആ പ്രാണക്കുട്ടികളെ സ്നാനപ്പെടുത്തി അഴിച്ചിന്റെ അകത്ത് ചേരുന്നുണ്ട്. ആരും അറിയുന്നില്ല ഈ കാര്യം. ഏതാ നോഹയുടെ പെട്ടകത്തിലൂടെ ഈ 8 പേര് സ്നാനമേറ്റ് രക്ഷപ്പെട്ടതുപോലെ തന്നെ ഈ ലോകത്തിൽ ഒരു സഭകൾക്കാരും അറിയാതെ ഒരച്ഛനും അറിയാതെ ഒരു തിരുമേനിയും അറിയാതെ രഹസ്യമായി ഭൂതങ്ങളെ ചവിട്ടി മരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ അനേകരുടെ പ്രാണനെ അപകരിച്ചതിനെ സ്നാനപ്പെടുത്തി യേശുവിനോട് ചേരുന്നുണ്ട്. അത് അന്നറിയാവുന്ന കഥ. ഏതാ അതിന് അങ്ങനെ അതിന് വരവുള്ളവരുണ്ട്. ഏതാ ഈ നോഹയ്ക്ക് തനിക്ക് ഈ പെട്ടകത്തിലൂടെ തന്റെ കൂടെ കയറിയ ജീവജാലങ്ങളെ കൂടെ രക്ഷിക്കാൻ കഴിഞ്ഞു. തന്നെയും തന്റെ ജീവജാലങ്ങളെ എല്ലാത്തിനെയും ഈ 2 പദ്ധതിയൊക്കെ രക്ഷപ്പെടുത്തി. ഇതുപോലെ രഹസ്യമായി ആരും അറിയാതെ നാനാജാതി മതസ്ഥരിൽ നിന്ന് പ്രാണക്കുട്ടികളെ എടുത്ത് യേശുവിന് കൊടുക്കുന്ന ശേഷം നടന്നുകൊണ്ടിരിക്കുക. മാതാവത്തിലും ഭൂമിയിലും പ്രതീക്ഷയിലൊക്കെ ആ പണി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അങ്ങനെ യേശുവിനോട് ലക്ഷക്കണക്കിന് പ്രാണാത്മാക്കൾ ആ പ്രാണക്കുട്ടികൾ യേശുവിനോട് ചേർന്നുകൊണ്ടിരിക്കുന്ന സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുന്നു. അത് ആത്മാവരമുള്ളവർ കാണാൻ കഴിയും കാര്യം. ഓരോ ദിവസവും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാമെങ്കിൽ കൃപാവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ദിവസവും എവിടുന്നെല്ലാം യേശുവിനോട് പ്രാണൻ ചേരുന്നുണ്ട് എന്നുള്ള കാണാൻ കഴിയും. ഓരോ ദിവസത്തെയും ആ പ്രാണക്കുട്ടികത്തിൽ പുതിയ പാട്ട് പാടുകയും ചെയ്യും. എല്ലാ ദിവസത്തെയും സ്വർഗത്തിലെ ആരാധനയിൽ ആരാധനമാരുടെ പറയും സങ്കേതമെഴുതി എന്ന് വന്നത് ഇത്ര, അതിൽ ധ്യാനം എഴുതി എന്ന് വന്നത് ഇത്ര, ഇന്ന വീട്ടിൽ നിന്ന് വന്നത്, അവിടെ നിന്ന് വന്നത്, ഇവിടെ നിന്ന് പറഞ്ഞ് കണക്കൂട്ടി അവിടെ എല്ലാം പേര് പറഞ്ഞ് അവരെ കുറിച്ച് വലിയൊരു പാട്ട് പാടും. വലിയ സന്തോഷമാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും യേശുവിനോട് പുതുതായി ചേരുന്നവരുടെ കണക്കവിടെയുണ്ട്. അത് പ്രത്യേകം എഴുതി കാണിക്കും. അത് ഏത് സ്ഥലത്തു നിന്നാണ് എഴുതെവിടെയാണെന്നൊക്കെ പറയും. അതെല്ലാം നിത്യമായ റെക്കോർഡായിട്ട് മാറി യേശുവിനോട് ചേരുന്ന അനേക ലക്ഷക്കണക്കിന് പ്രാണക്കുട്ടികൾ വ്യാപകരില്ലാതെ ചേർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം. ഇനി വേറൊന്നാണ് കുടുംബമായി വെള്ളത്തിന്റെ തളിപ്പിലൂടെ രക്ഷപ്പെടുന്ന ഒരു കൂട്ടർ. അതാണ് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ 6 ലക്ഷം കുടുംബങ്ങൾ നദിയിൽ കൂടെ നടന്നുപോയതേ ഉള്ളൂ. ഏതാ ചെങ്കടലിൽ കൂടെ ഉണങ്ങിയ കരയിലൂടെ നടന്നുപോയതേ ഉള്ളൂ. പക്ഷെ ഇരുവശവും വെള്ളമുണ്ടായിരുന്നു. ഇരുവശവും മതിലുപോലെ വെള്ളം നിൽക്കുകയാണ്. 2 വശത്തും തിരമാല അടിക്കുന്നുണ്ട്. ആ തിരമാല അടിക്കുന്ന വെള്ളം തെറിച്ച് കേട്ട് നേരെ വീഴുന്നുണ്ട്. എന്നല്ല വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. 6 ലക്ഷം കുടുംബങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിട്ടില്ല. വെള്ളം തെറിച്ച് വീണതേ ഉള്ളൂ. അതൊരു സ്നാനമായിരുന്നു എന്നാ പറയും. അത് സ്നാനത്തിന് മുൻകുറി. അത് സ്നാനത്തിന് 2 മുൻകുറികളുണ്ട്. നോഹയുടെ പെട്ടകത്തിലെ വെള്ളത്തിൽ തൊടാതെയുള്ള ഒരു സ്നാനം, ആ നല്ല മനസാക്ഷിക്കാനുള്ള അപേക്ഷ അങ്ങനെയുണ്ടെന്നാ പറഞ്ഞത്. എന്നാൽ ഈ 6 ലക്ഷം കുടുംബങ്ങൾ ദൈവത്തിന്റെ വചനപ്രകാരം, മോശയുടെ വചനപ്രകാരം അവര് മോശയെ അനുസരിച്ചു. ആ വെള്ളത്തിൽ വഴിയുണ്ടാക്കി ആ വഴിയിലൂടെ അക്കരെ കടന്നപ്പോൾ അത് രക്ഷയുടെ മുൻകുറിയായിരുന്നു പറയുന്നത്. അങ്ങനെ കുടുംബമായി വെള്ളം തളിച്ച് രക്ഷപ്പെടുന്ന സ്ഥാനങ്ങളുണ്ട്. 6 ലക്ഷം കുടുംബങ്ങളും കുഞ്ഞുകുട്ടി അപാരവർഷ ജനങ്ങൾ ഒരുമിച്ചാണ് രക്ഷപ്പെട്ടം കൊണ്ടുപോയത്. അങ്ങനെ കുടുംബമായി കിട്ടുന്ന സ്നാനങ്ങളുണ്ട്. അങ്ങനെ യേശുവിൽ വിശ്വസിച്ച് കുടുംബമായി സ്നാനപ്പെട്ടവരുടെ അനേക അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അത് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്,
വൃദ്ധർ വരെയുള്ള ഒരു സമൂഹം ഒന്നിച്ച് ദൈവത്തിലേക്ക് ചേരുന്ന അനുഭവങ്ങളും ഉണ്ട്. കളിച്ചാൽ മതി, മുക്കണമെന്നില്ലാതെ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അങ്ങനെ അനേക വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 34 വർഷത്തിന് മുമ്പ്, ഒരു 36 വർഷത്തിന് മുമ്പ് 48 കുടുംബങ്ങൾ സ്ഥാനപ്പെടുന്നതിന് കണ്ടിട്ടുണ്ട്. ഏതാ? കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് 84 വയസ്സ് വരെയുള്ള കുടുംബങ്ങൾ ഒന്നിച്ച് നിരന്നു സ്ഥാനപ്പെടുന്ന രംഗം. അത് കാലം ചെയ്ത ബാബാതിരുമേനി ഗൂർലോസ് തിരുമേനിയായിരുന്നപ്പോൾ ആ തിരുമേനി വന്നാണ് നടത്തിയത്. ആദ്യമായി ഒരു മിഷൻ സെന്ററിൽ സുവിശേഷ വേല ചെയ്ത് വചനം കേട്ട് വിശ്വസിച്ച് സഭയോട് ചേർന്ന ആദ്യത്തെ ഒരു കൂട്ടം. അവരെല്ലാം വെള്ളം തളിച്ചാണ്, അവരെ മുക്കാനുള്ള സൗകര്യമില്ല, എല്ലാം പള്ളിയിൽ നിരന്ന് നിൽക്കുക. അവരെ മാമൂസാത്തുടലിൽ വെള്ളം തളിച്ച് മൂറൻ പരത്തി പേരിട്ട് അവർ ആത്മാവിലായി വറച്ച് ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു കണ്ടു. അപ്പൊ അങ്ങനെ പറ്റും, അങ്ങനത്തെ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ അങ്ങനെ നല്ല മനസ്സാക്ഷികളുടെ അപേക്ഷ അങ്ങനെയും കൊടുക്കാം. കുടുംബമായി വെള്ളത്തളിപ്പിലൂടെ ഉള്ളൊരു സ്നാനം, അത് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ. ഇനി യേശു യോർദാൻ നദിയിൽ ഇറങ്ങി നിന്നതിൽ മുങ്ങി എഴുന്നേറ്റു, അങ്ങനത്തെ സ്നാനമുണ്ട്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള സ്നാനങ്ങളുണ്ട്. പക്ഷെ ഏത് തരത്തിലുള്ള സ്നാനമാണെങ്കിലും ഉദ്ദേശം നല്ല മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷ, അതൊന്നും മതി. ഒരു അപേക്ഷ അത്യാവശ്യമാണ്, പക്ഷെ അത് നേരിട്ട് നമ്മൾ കൊടുക്കുകയോ നമുക്ക് വേണ്ടി ആരെങ്കിലും കൊടുക്കുകയോ ചെയ്താൽ മതി. ഒരു സ്കൂളിൽ വിദ്യാർത്ഥി തന്നെ അപേക്ഷ വേണേ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. പേരൻസ് കൊണ്ട് ഒപ്പിട്ട് കൊടുക്കാതെ മതി, ഒരു അപേക്ഷ വേണം കാര്യം ഇല്ലേ? ഹെഡ്മിസ്ട്രസും വഴിയില്ലേ? ഹെഡ്മാസ്റ്റർമാരും ഹെഡ്മിസ്ട്രസുമാരും ആ അപേക്ഷ സ്വീകരിച്ചിട്ടാണ് അവരെ ചേർക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൽ നമ്മളെ ചേർക്കണമെങ്കിൽ നമ്മൾ നേരിട്ടോ മറ്റാരുടെയെങ്കിലും അപേക്ഷയിലോ ഒരു റെക്കോർഡ് അവിടെ വരണം. അപ്പോൾ നമുക്ക് അനേകരെ യേശുവിലൂടെ അങ്ങ് ചേർക്കാൻ കഴിയും. അല്ല, സ്നാനത്തിന്റെ വിധങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് വഴക്ക് പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് നല്ല മനസ്സാക്ഷിക്കേണ്ട ഒരു അപേക്ഷ മാത്രം, അതൊന്നും മതി, ഒരിക്കൽ മതി. ആ അനുഭവം പുതുക്കാൻ വേണ്ടിയാണ് നമ്മൾ വചനം ധ്യാനിച്ച് മനസാക്ഷിയിൽ യേശുവിന്റെ രക്തം തളിച്ച് അങ്ങനെ നമ്മളുടെ ഹൃദയം പൂർണ്ണമായി യേശുവിനോട് ചേരുന്നതിന് എന്തെല്ലാം തടസ്സമുണ്ട് അത് മാറ്റുന്നതാണ് ഈ അനുഭവം. ഇങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മുഴുവനായി മുങ്ങേണ്ടത് നമ്മുടെ ശരീരമല്ല, നമ്മുടെ ദേഹിയാണ്. ശരീരത്തിൽ വെള്ളം തളിച്ചാലുമുള്ള, ശരീരത്തെ വെള്ളത്തിൽ മുക്കിയാലും കൊള്ളാം. അത് വെള്ളത്തിൽ കയറിയതുപോലെ വെള്ളത്തിൽ പെട്ടത്തിൽ കൂടെ കയറി വെള്ളത്തിന് മുകളിൽ കൂടെ പെട്ടെന്ന് പോയാലും കൊള്ളാം. അനുഭവം വരേണ്ടത് വെള്ളത്തിൽ മുഴുവനായി മുങ്ങേണ്ടത് ദേഹിയാണ്, ദേഹിയുടെ മണ്ഡലം. അതാണ് യഗസ്തീയ 47 പറയുന്നത്. യഗസ്തീയ 47 ജീവജല നദിയിൽ മുങ്ങിയിരിക്കുന്ന മുഴുവനായി. ജീവജല നദിയിൽ യഗസ്തീയ 47 അനുസരിച്ച് വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ജീവജല നദി ഒരു വലിയ നദിയായി. അതിൽ നമ്മുടെ തലയുടെ മുങ്ങണം, തലയുടെ മുകളിലെത്തണം. കൈ പൊക്കിയാൽ പോലും ആ കൈ മുകളിൽ കാണാത്ത ഒരുവിധത്തിൽ നമ്മുടെ ജീവജല നദി തലയുടെ മുകളിൽ എത്തണം. അത് വളരെ അത്യാവശ്യമാണ്, അതെല്ലാവർക്കും വേണ്ടിയതുമാണ്. അതാണ് അത്യാവശ്യം. യഗസ്തീയ 47 അന്വർത്ഥമാകുന്നത് പ്രാണകുട്ടികൾക്കാണ്, നമ്മുടെ ദേഹിയുടെ മണ്ഡലമാണ്. ദേഹിയിലെ അകത്തെ മനുഷ്യനാണ് അനുഭവം വേണം. അകത്തെ മനുഷ്യന് വിശ്വാസിയായി നീരോയുണ്ടായി, അത് കൊച്ചു നദിയായി, അത് പാദം നനഞ്ഞു, നനഞ്ഞു, അരയോളമായി അത് കഴുത്തോളമായി, തലയ്ക്ക് മുകളിലായി, കൈയുടെ മുകളിലായി. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വിശാലി തൊടാത്ത അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വീണ്ടും ചിന്തത്തിന്റെ അനുഭവത്തിൽ പിശാച് തൊടുക എന്ന് പറഞ്ഞിരിക്കുന്നത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് പാപം ചെയ്യാനൊക്കെയില്ല, പിശാചാൻ അവരെ തൊടാനൊക്കെയില്ല. അത് യഗസ്തീയ 47 1 യോഹന്നാൻ 5-ാം അധ്യായം കൂടെ ഇണചേർത്ത് പഠിക്കുമ്പോഴേ ആവശ്യം അറിയാനൊക്കെയുള്ളൂ. അപ്പൊ യേശുവിനോട് ചേരുക എന്ന് പറയുന്ന കാര്യത്തിൽ, യേശുവിനോട് ചേർക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ആത്മാവിന്റെ കാര്യമല്ലാതെ, അത് ശരീരത്തിന്റെ കാര്യമല്ല, അത് ദേഹിയുടെ കാര്യമാണ്, അത് പ്രാണക്കുട്ടികളുടെ കഥയാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ അങ്ങനെ യേശുവിന്റെ ഉള്ളിൽ ചേർന്ന് യേശുവിനെ എല്ലാത്തിനെയും കൂടെ കൂടി ജീവനത്തിൽ മുക്കും. ആ കാര്യം കാണാൻ സാധിക്കും. നിങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ പ്രാണക്കുട്ടികൾ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഈ പ്രാണക്കുട്ടിയെ കുളിപ്പിക്കുന്ന ആരാ? അത് എവിടെ എഴുതിയിരിക്കുന്നത്? എഫേസ്യർ 5:27. ഈ മണവാളം തന്നെയാണ് മണവാട്ടിയെ കുളിപ്പിക്കുന്നത്. ആ വചനത്തോടുള്ള ജലസ്നാനത്താൽ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പ്രാണൻ ഈ 7 മാസത്തെ പരുവം കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് വെളിയിലോട്ട് താഴെ കർത്താവിന്റെ ചെന്ന് പ്രായോഗ്യമായി കഴിഞ്ഞാൽ ഈ മണവാട്ടിയെ കുളിപ്പിക്കുന്ന ആരാ? മണവാളം തന്നെയാ. അപ്പൊ അകത്ത് കിടക്കുന്നതിനെ കുളിപ്പിക്കാനോ ഒക്കെയില്ല. അതുകൊണ്ട് 9 മാസം കഴിഞ്ഞ് ഈ ഭൂമിയിലേക്ക് പറക്കുന്ന കുഞ്ഞിനെയാണ് കുളിപ്പിയിൽ തുടങ്ങുന്നത്. ഇതുപോലെ
നമ്മുടെ അകത്തെ മനുഷ്യൻ ആ സഭയുടെ ഗർഭലോകത്തിലേക്ക് വളർത്ത കഴിഞ്ഞ് ദിവ്യരാജ്യത്തിലേക്ക് പറന്ന് അതിനെ പിന്നെ എന്നും കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? മണവാളത്തിനെയാ. ജീവന നദിയിൽ മുഴുമുക്കും. അത് കാണാൻ സാധിക്കും. കർത്താവിനെ നമ്മൾ എടുത്ത് നദിക്കകത്ത് മുക്കി കയറ്റി അക്കരെ കെട്ട്. അപ്പോൾ മാത്രമേ വിശാലി നമ്മളെ തൊടാതിരിക്കുകയുള്ളൂ. അങ്ങനെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുക. അതിനാ പ്രാണക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാണന് വേണ്ടി ദാഹിക്കുന്നതാണ്, പ്രാണക്കുട്ടിക്ക് വേണ്ടി ദാഹിക്കുന്ന പ്രാണപ്രിയൻ നമ്മളൊന്ന് വളർന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ ജീവനറി മുക്കിയത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അക്കരെ കയറ്റും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ കല്യാണം കൂടാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും, അറിയാൻ സാധിക്കും, മറ്റുള്ളവർക്കും കാണാൻ സാധിക്കും. ഇതെല്ലാം കാണാൻ കഴിയുള്ളവർ ഈ ഭൂമിയിൽ തന്നെ പലയിടങ്ങളിലും പോകുന്നു. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ യേശുവിനോട് ചേരുക, നമ്മുടെ പ്രാണൻ ഏത് മറ്റുള്ളവരെ ചേർക്കുക. ചേർന്നിട്ട് ചേർക്കാൻ പോകും. ഇത് ശാലം ചേർന്നിട്ട് മറ്റുള്ളവരെ ചേർക്കാൻ പോവുക. നമ്മളും ചേരുകയില്ല, അവരും ചേരുകയില്ല, എല്ലാം പറയുന്ന കരുതല. ആ പ്രശ്നം പരിഹരിക്കണം. അതുകൊണ്ട് നമ്മൾ 100% ചേരുക, അത് 100% വളരുക, എന്നിട്ട് കർത്താവിനെ നമ്മളെ കുളിപ്പിക്കുക, ജീവിതത്തിൽ നമ്മളെ ശരിക്കും നോക്കുക, ഇത് നല്ല നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് അപ്പച്ചനെ കൊണ്ട് കൊടുക്കും. അങ്ങനെ ശത്രുവിനെ പാതകമാക്കി കഴിയുമ്പോൾ യേശുവിന്റെ ഉള്ളിൽ ഇങ്ങനെ വാസ്തവപൂർത്തിയായ മണവാട്ടിയെ ആരും കാണാതെ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടിരും അവിടുത്തെ കല്യാണം നടക്കും. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ഉള്ളിലാണ് പറഞ്ഞ് നടക്കേണ്ടത്. ഈ സ്വയപരിശോധന സഹായിയിലെ 253 കൂട്ടം കാര്യങ്ങളും നമ്മുടെ അകത്തെ കാര്യമാണ്, അകത്തെ മനുഷ്യന്റെ കാര്യമാണ്. അത് ഓരോ ദിവസവും എവിടെയില്ലാമാണ് പറഞ്ഞ് നോക്കി എത്രയും വേഗം പ്രാണൻ മുഴുവനും യേശുവിനോട് ചേർന്നാൽ, യേശുവിനോട് വളർന്നാൽ യേശു തന്നെ കുളിപ്പിച്ച് കൂടെ ഇരുത്തി കൊണ്ടു നടന്നോളും. അതിന് ചില ശരീരത്തെക്കുറിച്ച് ഒരു ഭാരവും വേണ്ട. ഒറ്റ സെക്കൻഡിൽ ഇത് രൂപാന്തരപ്പെട്ട് തേജസ്സുള്ള വസ്ത്രം പോലെ നമ്മളെ ഇത് അണിയാൻ സാധിക്കും നമ്മുടെ ശരീരം. അതാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ ഭൗമികമായി ഈ കൂടാരം പൊളിഞ്ഞു പോയാൽ പുതിയ ഒരു കൂടാരം നമുക്ക് ലഭിക്കും. അത് നമുക്ക് ഭവനം, കൈപ്പണിയല്ലാത്ത നിത്യഭവനവും തേജസ്സിന്റെ വാടാത്ത കിരീടവും വാടാത്ത തേജസ്സുള്ളതായ വസ്ത്രവും നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ജന്മസാവലി അടയാൻ സാധിക്കും. സമയം പോയതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ യേശുവിനോട് ചേർന്നോ? യേശുവിനോട് വല്ലവരെയും ചേർക്കുന്നുണ്ടോ? നമ്മൾ പൂർണ്ണമായി ചേരുക. പൂർണ്ണമായി ചേർന്ന് കഴിഞ്ഞാൽ അനേകരെ ചേർക്കുന്ന പണി നമുക്ക് തരും. അതിനുള്ള എല്ലാ ചെലവും വഹിക്കും. അതിനുള്ള കൃപകളും കൃപാവരങ്ങളും നമുക്ക് തരും. പക്ഷെ അതുവരെയും നമ്മൾ ജാഗ്രതയോടെ പോരാടണമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് സ്വയപരിശോധനാ സഹായി നിങ്ങൾ വീട്ടിൽ പോയി ഒന്നുകൂടെ വായിക്കുക. ഇനി എവിടെയാണ് കർത്താവെ നിന്നോട് ചേരേണ്ട കാര്യം? അപ്പൊ ഒന്നും രണ്ടും കാര്യം 100 കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിൽ എവിടെയെല്ലാം ആരെല്ലാം ഏതെല്ലാം ഭൂതത്തിലേക്ക് കിടക്കുന്നു അതിനെ ചവിട്ടാൻ നമ്മുടെ കിട്ടിയാൽ ചവിട്ടിയെത്താൻ ആ പ്രാണനെ കൂടെ കർത്താവിനെ കൊണ്ട് ചൊടുക്കാം. അങ്ങനെ 23,000, 32,000, 39,000 കൊല്ലം വരെ പഴക്കമുള്ള ഭൂതങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുമാത്രം പേര് പ്രാണൻ കാണുന്നവരുടെ അതിനെ ഒന്ന് ചവിട്ടി വലിച്ചാൽ എന്തുമാത്രം പ്രാണനെ യേശുവിനോട് ചേർക്കാം. പക്ഷെ അതിനുള്ള കൃപകളും കൃപാവരങ്ങളും സർവായുധവർക്കും വേണ്ടേ? അങ്ങനെ നമ്മൾ ദൈവസ്ഥിതിയിൽ സർവായുധവർഗന്റെ യോദ്ധാക്കളാകുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ 50, 60, 70% പേര് ഭൂതത്തിന്റെ വായിലാണ്. ആ ഭൂതങ്ങൾ ചവിട്ടി മരിച്ചാൽ അറുത്താൽ അതിനെ നമുക്ക് പ്രാണനെ തിരിയെടുത്ത് യേശുവിനുകൊണ്ട് കൊടുത്ത് അതിനെയും കൂടെ യേശുവിനോട് ചേർക്കാൻ കഴിയും. ഈ മുൻഗണനാക്രമത്തിൽ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇവിടുത്തെ ബൈബിൾ ക്ലാസ് ധ്യാനം എന്ന കാര്യം അറിയിക്കുന്നു. ഇതാരെയും മതം മാറ്റാനല്ല, ഇതാരെയും സഭ മാറ്റാനല്ല, നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും പ്രാണനെ യേശുവിലാക്കാനാ. ആരും പേടിക്കണ്ട, ആരും മതം മാറണ്ട, ആരും സഭയും മാറണ്ട, പേരും മാറണ്ട, വേഷവും മാറണ്ട. ഇതെല്ലാം ഹൃദയത്തിലാണിപ്പോ നടക്കേണ്ടത്. ആ ഒരു പ്രത്യാശ നമുക്ക് വരികയാണ്. നമുക്ക് തലകളെ ഉണക്കെങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. അങ്ങനെ ഈ ഭൂമിയിലുള്ള സകലത്തെയും യേശുവിൽ ഒന്നാക്കുന്നതാണ് പിതാവിന്റെ പരിപാടി. അത് ഭാഷ മാറിയോ വേഷം മാറിയോ പേര് മാറിയോ ഒന്നും അല്ല. അത് ആന്തരികമായ ഒരു മാറ്റമാണ് എന്നുള്ള കാര്യങ്ങളെ പഠിപ്പിച്ച് ഞാൻ നന്ദി പറയും. ലോകത്തെക്കാൾ വലിയേറിയ ഞങ്ങളുടെ പ്രാണൻ, ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ ശക്തി, ഞങ്ങൾ തന്നിരിക്കുന്നതായ ഈ വലിയ ദേശീയ മണ്ഡലം അത് മുഴുവനും ഞങ്ങളിൽ നിന്ന് പോയത് ഞങ്ങൾ തന്നെ നിരത്തിൽ കൊണ്ട് തന്നു കഴിയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങളുടെ കുടുംബത്തെ കൂടെ രക്ഷിക്കുന്ന ചുമതലയൊക്കെ തന്നിട്ട് ഞങ്ങൾ മുമ്പരായി തീരുമ്പോൾ പിമ്പരായി പോയിരുന്ന അനേകരെ നിരത്തിൽ കൊണ്ടുവരുന്ന ചുമതല ഞങ്ങൾക്ക് തരുന്നതിനാണ് ഞങ്ങൾ നിരസ്തുതിക്കുന്നു. അങ്ങനെ ഒരു കുടുംബത്തിന്റെ ലീഡർ എന്ന നിലയിൽ, നായകൻ എന്ന നിലയിൽ
കുടുംബത്തെ മുഴുവൻ രക്ഷിക്കുവാൻ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിന് നന്ദി പറയുന്നു. അങ്ങനെ ഈ ഭൂമിയിലെ അനേക കുടുംബങ്ങളെയും അനേക വ്യക്തികളെയും നിന്നിൽ ഒന്നിച്ചു ചേർക്കുന്ന ആ വേലയ്ക്കായിട്ട് അവർ കാത്തിരിക്കുന്നു, നോക്കിയിരിക്കുന്നു. ഞങ്ങൾ ഇത്രയും നാളും നിന്നിൽ നിന്ന് അനേകരെ ചെറുക്കുകയായിരുന്നു, നിന്നോട് ചേർക്കുകയായിരുന്നു. ഞങ്ങൾ സ്വയത്തിൽ ആശ്രയിച്ച് സ്വന്തം ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഏതെങ്കിലും തിന്മയുടെ കയ്യിൽ അകപ്പെടുമെന്നും ഞങ്ങൾ പ്രാണനെ ഉപയോഗിക്കുമെന്നും അങ്ങനെ ഞങ്ങളുടെയോ ഞങ്ങളുടെ കൂടെ ഇടറി വീഴുന്നവരുടെയോ പ്രാണനെ ചെതറിച്ചു കളയുന്നതായി ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ ഇത്രയും നാളും പാപത്തിൽ വീണ് പാപം ചെയ്യാൻ പ്രേരിപ്പിച്ച് ജനമോഹത്തിന്റെയും കൺമോഹത്തിന്റെയും ജീവിതത്തിന്റെയും പ്രതാപത്തിന്റെയും കെടുതികളിൽ വീണ് അങ്ങനെ മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാവം മുഴുത്തിട്ട് മരണത്തെയും പ്രസവിക്കുന്ന മരണത്തിന്റെ പ്രസവമുറിയായി ഞങ്ങൾ ഹൃദയത്തെ മാറ്റി ഞങ്ങളുടെ ഉള്ളവയിൽ ഭൂതങ്ങൾ വളരുന്ന പാതാളമായി ഞങ്ങളുടെ ഹൃദയത്തെ മാറ്റിയാൽ സ്വർഗം ഞങ്ങളെ ദുഃഖിക്കും. ഞങ്ങൾ കേട്ടതിനാൽ ഞങ്ങൾ ദുഃഖിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശീയ മണ്ഡലം സമൃദ്ധിയായ ജീവനുള്ള കർത്താവിന്റെ ഉള്ളിലായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ഞങ്ങളിൽ നിന്ന് എന്നും മാത്രം നിന്നോട് ചേരാനുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മാത്രം ചേരാനുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിലും ഭൂമിയിലുമായി ചെതറിക്കിടക്കുന്ന എത്രയോ പ്രാണക്കുട്ടികളെ പ്രാണപ്രിയനെ വാതിൽക്കൊണ്ട് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവ് എന്ന കാര്യത്തിന്റെ നിയോഗപ്രകാരം നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷയ്ക്കായി ഞങ്ങൾ സ്ഥാനമേറ്റു. അത് ശൈശവത്തിലായാലും പ്രായപൂർത്തിയായാലും അത് തളിച്ചായാലും മുങ്ങിയായാലും അത് നോഹയെ പോലെ പെട്ടത് കയറിയാണെങ്കിലും അത് കള്ളനെ പോലെ ആ കുരിശേ കിടന്നുണ്ടായാലും എങ്ങനെയായാലും ഞങ്ങൾക്കൊരു നല്ല മനസാക്ഷി വേണം. ആ നല്ല മനസാക്ഷി പരിശുദ്ധാത്മാവിന്റെ ആ വചനത്തിന്റെ യേശുവിന്റെ രക്തത്തിന്റെയും തളിപ്പുകൊണ്ട് അടിമനസ് വരെ ശുദ്ധീകരിക്കപ്പെട്ട് ഊണിലും ഉറക്കത്തിലും ഞങ്ങൾ പരിശുദ്ധാത്മാവെന്ന കാര്യത്തിനെ മാത്രമനുസരിച്ച് അങ്ങനെ ഞങ്ങൾ നിന്നോട് ചേരുന്നവരും അനേകരെ ചേർക്കുന്നവരാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് ഇതിന് തടസ്സമായി ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ദുഃഖിപ്പിച്ചു, നിന്റെ പ്രവാചകന്മാരെ ദുഃഖിപ്പിച്ചു. ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളോട് തന്നെ ചോദിക്കുന്നു, കർത്താവെ, ഭാര്യയായതുകൊണ്ടോ ഭർത്താവായതുകൊണ്ടോ ഒരു പുരോഹിതനായതുകൊണ്ടോ സുവിശേഷകനായതുകൊണ്ടോ നീ ഞങ്ങളെ ദുഃഖിക്കുന്നുണ്ടോ? ഞങ്ങളെ ഓരോ ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ നീ ആക്കി. നിനക്ക് ഞങ്ങളെപ്പറ്റി ചില കുറിപ്പുണ്ടായിരുന്നു. ആ ശൗര്യനെ കുറിച്ച് എനിക്കൊരു ചില കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പിട്ട കാര്യം ചെയ്യാഞ്ഞതുകൊണ്ട് അവൻ മത്സരിയായി ആപചാരദോഷക്കാരനായി അനേക നഷ്ടനഷ്ടങ്ങൾക്ക് വിധേയമായി ദുരാത്മബാധിതനായി ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നു. ഞങ്ങൾക്ക് ആ ഗതികേട് വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ഞങ്ങളുടെ പ്രാണൻ മുഴുവനും ഞങ്ങളുടെ സ്വന്തക്കാരുടെ പ്രാണനും ഞങ്ങളുടെ നാട്ടുകാരുടെ പ്രാണനും അങ്ങനെ ആകാശത്തിലും ഭൂമിയിലും യേശുവിനുള്ളവരെ മുഴുവൻ തപ്പിപ്പിടിച്ച് കർത്താവിനോട് കൊടുത്ത് നിന്നോട് ചേരുക മാത്രമല്ല നിന്നോട് ചേർക്കേണ്ടവരെ ചേർക്കുന്ന അനുഭവം ചെയ്ത് ഞങ്ങൾ ആരെയും നിന്നിൽ നടത്തി കളയാതെ ജന്മസാവലം വിളയാൻ സഹായിക്കണമെന്ന് യേശുവിന് നാമധേയായിരിക്കുന്നത്